ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു സ്തുതിയൊക്കെ കൊടുത്തിട്ട് പറയും, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് കരങ്ങൾ ഉയർത്തി വീശിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അതിലും നന്നായിട്ട് അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പുതുക്കാടുകാരുടെ ചിരി ഇത്ര ഉള്ളോ? എല്ലാ പല്ലും കാണിച്ചു വന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചു പേരുടെ പല്ല് കുറച്ചും കൂടി കാണാനുണ്ടല്ലോ. ഒന്ന് എല്ലാം കാണിച്ചോ നീ? എല്ലാം കാണിച്ചിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ പോലെ ആകാനാണ് വന്നിരിക്കുന്നത്? ഈശോയെ പോലെ ആകാനാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോ ദിവ്യകാരുണ്യനാഥന്റെ പോലെ ആകാനാണ്. അപ്പൊ നമ്മുടെ ഈശോയെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ആരുടെ മുഖം പോലെ ആകണം? ഈശോയുടെ മുഖം പോലെ ആകണം. അപ്പൊ നമ്മുടെ കണ്ണുകൾ ആരുടെ കണ്ണുകൾ പോലെ ആകണം? ഇപ്പൊ നമ്മുടെ കണ്ണ് ആരുടെ കണ്ണ് പോലെയാണ്? നമ്മുടെ കണ്ണുകൾ ആരുടെ കണ്ണ് പോലെ ആവണം, അല്ലേ? നമ്മൾ കണ്ണെഴുതുന്നത് നമ്മുടെ കണ്ണ് ആരുടെ കണ്ണ് പോലെ ആവാൻ വേണ്ടിയാണ്, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? ത്രെഡിങ് ഒക്കെ ചെയ്യാറില്ലേ? ആരുടെ കണ്ണ് പോലെ ആവണം? ഈശോയുടെ. നമ്മുടെ കാത് ആരുടെ കാത് പോലെ ആകണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈശോയെ എന്റെ കണ്ണ് നിന്റെ കണ്ണ് പോലെ ആക്കണമേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ കണ്ണിന്റെ വലിപ്പം മാറാമെന്നുള്ളതാണോ? ഇല്ല, വലിപ്പം ഒന്നും മാറാൻ പോകുന്നില്ല. സൈസ് മാറുമോ? പിന്നെ എന്ത് മാറും? മനോഭാവം മാറും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ 1 പത്രോസ് 4:1 പറയുന്നത്, കർത്താവ് ഈശോ മിശിഹായുടെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്ന് പറയും. നമ്മുടെ ആയുധം എന്താണ്? കർത്താവ് ഈശോ മിശിഹായുടെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. അപ്പൊ ഇന്ന് ഈശോ പറഞ്ഞു തരുന്ന ആദ്യത്തെ വചനം അതാണ്. 1 പത്രോസ് 4:1 1 2 എന്ന് അച്ഛന് ചെറിയൊരു സംശയമുണ്ട്, ഒന്ന് കൺഫേം ചെയ്താക്കട്ടെ. 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ കണ്ണുകള് ഈശോയുടെ കണ്ണുകളെ പോലെ ആവാന്ന് പറഞ്ഞാല് നമ്മുടെ നോട്ടത്തില് നമ്മൾ ആരെ പോലെ നോക്കുന്നു? ഈശോ നോക്കിയ പോലെ നോക്കുന്നു. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഇനി നമ്മുടെ കാതുകള്, മുഖത്തുള്ള വേറൊരു സാധനം എന്താണ്? കാത്, അല്ലേ? നെറ്റൊക്കെ ഇട്ട് മൂടി വച്ചിരിക്കുകയാണ്, എന്നാലും അപ്പൊ നമ്മുടെ കാതുകൾ ആരുടെ കാതുകൾ പോലെ ആവണം? ഇപ്പൊ നമ്മുടെ കാതിന്റെ സൈസ് എങ്ങനെയാണെന്ന് പിടിച്ചു നോക്കിയേ. അപ്പോ നമ്മുടെ കാതുകള് ഈശോയുടെ കാതുകൾ പോലെ ആകണം. ഈശോയുടെ കാതുകള് ആരുടെ സ്വരം കേട്ട കാതുകളാണ്? പിതാവിന്റെ സ്വരം കേട്ട കാതുകളാണ് ഈശോയുടെ കാതുകള്. നമ്മുടെ കാതുകൾ ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? വാർത്ത വായിക്കുന്നവരുടെ സ്വരമാണ് കേൾക്കുന്നത്. ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന കാതുകളായിട്ട് മാറണം. അതാണ് ഈശോ എന്റെ കാതുകളെ നിന്റെ കാതുകളാക്കണമേ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വരം മാത്രമല്ല, ഈശോയോട് കുഷ്ഠരോഗികൾ കരഞ്ഞു വിളിച്ചു പറഞ്ഞു, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, കുഷ്ഠരോഗി പറഞ്ഞു, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കുഷ്ഠരോഗിയുടെ നിലവിളി ആര് കേട്ടു? ഈശോ കേട്ടു. അപ്പോ പാവപ്പെട്ടവന്റെ നിലവിളി, ഉപേക്ഷിക്കപ്പെട്ടവന്റെ നിലവിളി കേൾക്കുന്ന കാതാണ് ആരുടെ കാത്? നമ്മുടെ കാത് ആരുടെയാണ്? അപ്പന്റെ അമ്മയുടെ സ്വരം പോലും കേൾക്കാൻ പറ്റുന്നില്ല, അല്ലേ? മാതാപിതാക്കളുടെ നിലവിളി പോലും കേൾക്കാൻ പറ്റാത്ത കാതുകളുള്ള മക്കളുണ്ട്, ഇല്ലേ? അപ്പനും അമ്മയും കരയാണ്, പക്ഷെ മക്കള് മൈൻഡ് ചെയ്യുന്നില്ല. ഇനി മക്കളുടെ നിലവിളി കേൾക്കാത്ത മാതാപിതാക്കളും ഉണ്ട്. ഭാര്യയുടെ നിലവിളി കേൾക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിന്റെ കണ്ണുനീര് ആ നിലവിളി കേൾക്കാത്ത ഭാര്യമാരുണ്ട്. നമ്മുടെ കാതുകള്
ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന കാതുകളായിട്ട് മാറണം. അതാണ് ഈശോയെ പോലെ ആവാന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വരം മാത്രം കേട്ടാൽ പോരാ, വേദനിക്കുന്നവരുടെയും വിഷമിക്കുന്നവരുടെയും സ്വരം കൂടെ ഈശോ കേട്ടതുപോലെ കേൾക്കാൻ പറ്റണം. അപ്പൊ കണ്ണിപ്പോ ആരുടെ കണ്ണ് പോലെ ആയോ? ആയിട്ടില്ല, ആവണം. കാത് ആരുടെ കാത് പോലെ ആയി? ഈശോയുടെ കാത് പോലെ. പിന്നെ ഈശോയുടെ പോലെ ആയി തീരേണ്ട പ്രധാനപ്പെട്ട ഒരു അവയവം നമ്മുടെ മുഖത്തുണ്ട്. അതെന്താണെന്നറിയാവോ? നാവ്. നമ്മുടെ നാവ് ഇപ്പൊ ആരുടെ നാവ് പോലെയാണ്? ഒരു കൊച്ചു പറഞ്ഞു സാത്താന്റെ നാവ് പോലെയാണ്, അല്ലെ? തെറി പറയുന്ന നാവ് ആരുടെ നാവാണ്? അല്ലേ? ദേഷ്യപ്പെട്ട് ചൂടായി അതും വായ തോന്നിയതൊക്കെ നമ്മൾ പറയാറില്ലേ? വായ തോന്നിയത് ആർക്ക് പാട്ട്? അത് ഇവിടത്തെ കാര്യത്തെയാണോ പുതുക്കാടുകാരിയാണോ? കോതക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പുതുക്കാടുകാരിയാണോ എന്ന് ചോദിച്ചാ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നാവ് ആരുടെ നാവ് പോലെ ആകണം? അല്ലെ, ഈ കോതാന്ന് പറയുന്ന ഒരു ചേട്ടനാണോ? പുതുക്കാടുള്ള ഒരു ചേട്ടന്റെ പേരാണോ? പെണ്ണാണോ? ചിലപ്പോ ആണുങ്ങൾ അതുപോലെ ആവാറുണ്ട്. അപ്പോൾ നമ്മുടെ നാവ് ആരുടെ നാവ് പോലെ ആവണം? നമ്മൾ വായ തുറക്കുമ്പോ എന്താണ് വരുന്നത്? വാക്കുകളാണ് വരുന്നത്. ഈശോ വായ തുറന്നപ്പോ എന്താണ് വന്നത്? വചനമാണ് വന്നത്. നമ്മൾ അധരം തുറക്കുമ്പോൾ എന്തു വരണം? വചനം വരണം. അതിനെയാണ് നമ്മൾ ഈശോയെ എന്റെ നാവിനെ അങ്ങയുടെ നാവ് പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആകണം? ഇപ്പൊ നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാണ്? ആലോചിക്ക്. നമ്മൾ ആരെ പോലെ ആവാൻ വേണ്ടി ഇന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശോയെ പോലെ ആകാൻ ആഗ്രഹമുള്ളവർ മാത്രം കൂടെ വന്നാൽ മതി, അല്ലേ? അപ്പൊ നമ്മൾ വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ആരെ പോലെ ആവണം? ഈശോയെ പോലെ ആകണം. അപ്പോ ഈശോയെ പോലെ ആയില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയില്ലെങ്കിൽ, ഇന്നലെ പറയേ നമ്മുടെ ജീവിതം പാഴായിപ്പോവും. നമ്മുടെ അധരം ഈശോയുടെ അധരം പോലെ ആയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകും. ഹല്ലേലൂയ. അപ്പോ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആകണം? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ പാടാൻ പോകുന്ന പാട്ടിന് ഒരു ആമുഖം പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആകണം? ഈശോയുടെ ഹൃദയം പോലെ ആകണം. ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമായിരുന്നു? അലിയുന്ന ഹൃദയമായിരുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? വചനം പറയുന്നത് നമ്മുടെ ഹൃദയം കല്ലുപോലെയാണെന്നാണ്. ഇല്ലേ? കേട്ടിട്ടില്ലേ? പഴയ പാട്ട് കേട്ടിട്ടില്ലേ? എന്താണ് ആ പാട്ട്? എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, അല്ലേ? അത് സത്യമാണ്. അത് സത്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ, അത് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തില് 26-ാമത്തെ തിരുവചനത്തില് വചനം ദൈവം പറഞ്ഞതാണ്. നമ്മുടെ ഹൃദയം എന്താണെന്ന്? കല്ലാണെന്ന്. എല്ലാവരും ചൊല്ലുന്നു എന്ന് മാത്രമല്ല, ദൈവം അത് തന്നെയാണ് പറയുന്നത്. നിന്റെ ഹൃദയം കല്ലുപോലെയാണ്. എന്തുകൊണ്ടാണ് ഹൃദയം കല്ലുപോലെയാണെന്ന് പറഞ്ഞത്? നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്ത ഹൃദയം ശിലാഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാത്ത ഹൃദയം കല്ലാണ്. കരുണ കാണിക്കാത്ത ഹൃദയം കല്ലാണ്. ക്ഷമിക്കാത്ത ഹൃദയം, വെറുപ്പ് സൂക്ഷിക്കുന്ന ഹൃദയം കല്ലാണ്. അപ്പോ എല്ലാവരും ചൊല്ലണ ആ പാട്ട് സത്യമാണ്. കല്ലാണ് നെഞ്ചിലെന്ന്. കല്ലായ നെഞ്ചിൽ നിന്ന് ഈ ആര് കല്ലെടുത്ത് മാറ്റും? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശ് മരണം എന്റെ ഹൃദയത്തിൽ നിന്ന് കല്ലെടുത്ത് മാറ്റിയിട്ട്, ശില പോലെയുള്ള ഹൃദയമെടുത്ത് മാറ്റിയിട്ട് എനിക്കൊരു പുതിയ ഹൃദയം തരും. ആ പുതിയ ഹൃദയം എവിടെ കിട്ടും?
ആ പുതിയ ഹൃദയം എവിടെ പോയി വാങ്ങിക്കും? അത് വാങ്ങിക്കുന്ന ഇടമാണ് ദിവ്യകാരുണ്യത്തിന്റെ ആ തിരുമുഖത്തിൽ നിന്നാണ്, ആ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നമ്മൾ പുതിയ ഹൃദയം സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈശോയുടെ തിരുവോസ്തി മാംസവും രക്തവുമായി മാറിയ അത്ഭുതങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരേ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം മാത്രമേ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അതേതാണ്? 139 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ സഭ ഔദ്യോഗികമായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇന്ത്യയിലാണ്. അതേതാണ്? വിളക്കന്നൂര്. വെരി ഗുഡ്. വിളക്കന്നൂര് ആ തിരുവോസ്തിയില് ഈശോയുടെ തിരുമുഖം പതിഞ്ഞതിനെയാണ് തിരുസഭ ഔദ്യോഗികമായി ഇന്ത്യയിലെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിനെക്കുറിച്ചല്ല അച്ഛൻ പറയുന്നത്. മറ്റു പല അത്ഭുതങ്ങളിലും ഈ തിരുവോസ്തി മാംസവും രക്തവുമായി മാറിയിട്ടുണ്ട്. ഈ മാംസവും രക്തവുമായി മാറിയ അത്ഭുതങ്ങളെ തിരുസഭ പഠിച്ചതിന് ശേഷം എല്ലാ അത്ഭുതങ്ങളിലും പറഞ്ഞൊരു കാര്യമാണ്, ഈ തിരുവോസ്തിയിലെ ഈശോയുടെ ആ മാംസം ഹൃദയത്തിന്റെ അടിത്തട്ടിലെ മാംസത്തിന്റെ, ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ, വേദനയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, സഹിക്കുന്ന മനുഷ്യൻ, വലിഞ്ഞു മുറുകി ചോരവാർന്നൊലിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലെ ഭാഗമാണ് ആ തിരുവോസ്തിയിൽ മാംസമായി മാറിയ ആ മാംസമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ തിരുവോസ്തിയിലൂടെ ഓരോരുത്തരും ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് എന്താണ്? ഈശോയുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ പറയും ഇത് ഈശോയുടെ ശരീരമാണ്. ഓക്കെ, ശരീരത്തിന്റെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈശോയുടെ തിരുഹൃദയമാണെന്നാണ്. കയ്യടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഈ തിരുഹൃദയം ഇങ്ങനെ സ്വീകരിച്ച തിരുഹൃദയത്തിന് എന്തു പറ്റി? നമ്മൾ ഈശോയുടെ തിരുഹൃദയം തിന്നുന്നവരാണ്. നമ്മൾ എന്താ തിന്നുന്നത്? ഈശോയുടെ തിരുഹൃദയം തിന്നുന്നവരാണ്. ഈ തിരുഹൃദയം വിഴുങ്ങുന്നവരാണ്. അല്ലേ? ആണോ? അതെ. അപ്പോ നമ്മൾ വിഴുങ്ങിയ തിരുഹൃദയം എങ്ങോട്ട് പോവാണ്? അത് നമ്മുടെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി അതിന് പകരം ഒരു പുതിയ ഹൃദയം അവിടെ റീപ്ലേസ് ചെയ്യാണ്. ഇതിനെയാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് നമ്മൾ പറയാറില്ലേ? മറിയം ത്രേസ്യ, അവിടെ തൊട്ടപ്പുറത്ത് പുത്തഞ്ചിറയില് മറിയം ത്രേസ്യക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്താണ് ആ അനുഭവം? മറിയം ത്രേസ്യയുടെ കുഴിക്കാട്ടുശ്ശേരിയില്, നമ്മളെ കുണ്ടായില് പോയിട്ടുള്ളവര്, മറിയം ത്രേസ്യയുടെ മ്യൂസിയത്തിൽ പോയിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. വെരി ഗുഡ്. പോകാത്തവരില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആ മ്യൂസിയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അവിടെ ഒരു മനോഹരമായ ചിത്രമുണ്ട്. ആ ചിത്രത്തില് മറിയം ത്രേസ്യയുടെ ഹൃദയം ഈശോ എടുക്കുകയും മറിയം ത്രേസ്യയുടെ ഹൃദയത്തിലേക്ക് ഈശോ തന്റെ ഹൃദയം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കി. ഓക്കെ, വെരി ഗുഡ്. അതിനെ പറയുന്നത് ഹൃദയ കൈമാറ്റം എന്നാണ്. നമ്മൾ എന്തോരം ഭാഗ്യമുള്ളവരാണല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ മറിയം ത്രേസ്യ, ഇപ്പുറത്ത് പുത്തൻചിറ, ഇപ്പുറത്ത് ഇടത്തോട്ട് തിരിഞ്ഞ ഒല്ലൂര്, ഇപ്പുറത്തും എവുപ്രാസ്യമ്മ. നമ്മൾ ഈ വിശുദ്ധരുടെ സമൂഹത്തിന്റെ നടുക്ക് കിടക്കുന്നവരാണ്. കയ്യടിച്ച് നന്ദി പറഞ്ഞു.
നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര വിശുദ്ധരാണ് അൾത്താര വണക്കത്തിന് ഉയർത്തപ്പെട്ടിട്ടുള്ള. ഇനി ധന്യ എന്ന് പറയുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു തൃശ്ശൂർക്കാര് കൂടിയുണ്ട്. ആരാണെന്നറിയാവോ? സെലിൻ. എവിടെയാണുള്ളത്? കണ്ണൂരുണ്ട്. ധന്യ എന്ന് പറയുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ഇനി വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്കും തുടർന്ന് വിശുദ്ധ പദവിയിലേക്കും കാത്തു നിൽക്കുന്ന മറ്റൊരു തൃശ്ശൂർക്കാരി കൂടെ അവിടെ പട്ടികയിൽ കാത്തു കിടക്കുന്നുണ്ട്. അഭിമാനത്തോടെ ഒന്ന് കൈയടിച്ച്. അപ്പൊ അച്ഛന്റെ ചോദ്യം, ഇനി പുതുക്കാടുന്ന് എന്തോരം പേരുണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാരായി, നമ്മുടെ ഇടവകയെന്ന് വേണ്ടേ മക്കളെ? വേണ്ടേ? വേണോ? നടക്കോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണ്ടേ? വേണം. അതിനുള്ള വഴിയാണ് അച്ഛൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പുറത്തും ഇപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലുണ്ടോ? അല്ലേ? യെസ്. അപ്പോൾ അതാണ് അടുത്ത കാര്യം. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകണം. നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. പറഞ്ഞേ, എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. അപ്പുറത്ത് മറിയം ത്രേസ്യയുടെയും ഇപ്പുറത്ത് എവുപ്രാസ്യമ്മയുടെയും അങ്ങ് വടക്ക് കണ്ണൂര് ധന്യയായിട്ടുള്ള സെലിൻ സിസ്റ്ററിന്റെയും ഒക്കെ ഹൃദയം ആരുടെ ഹൃദയം പോലെയായി? ഈശോയുടെ ഹൃദയം പോലെയായി. അപ്പോ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആവണം. പിന്നെ നമുക്ക് ബാക്കി എന്തുണ്ട്? കണ്ണിന്റെ കാര്യം പറഞ്ഞു, കാതിന്റെ കാര്യം പറഞ്ഞു, അധരത്തിന്റെ കാര്യം പറഞ്ഞു, ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്തുണ്ട്? കൈയില്ലേ? കൈയുണ്ടോ? നമ്മുടെ കൈ ആരുടെ കൈ പോലെ ആകണം? ഈശോയുടെ കൈ പോലെ ആകണം. ഇപ്പോ ആരുടെ കൈ പോലെയാണ്? ഈശോയുടെ കൈ പോലെ ആകണം. ഒരു അമ്മ ഒരു സങ്കടം വന്ന് പറഞ്ഞത് എങ്ങനെയാണ് അച്ഛാ? വീട്ടില് 10ാം ക്ലാസ്സല്ല 11ാം ക്ലാസ് പഠിക്കുന്ന മകനും അപ്പനും തമ്മില് ചെറിയൊരു വഴക്ക്. ഇവൻ പഠിക്കുന്നില്ല, മൊബൈല് നോക്കിയിരിക്കുകയാണ്. കാലത്ത് എഴുന്നേറ്റ് പള്ളി പോണോന്ന് പറഞ്ഞിട്ട് 6 മണിക്ക് എഴുന്നേറ്റോളണം പള്ളി പോണോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ എഴുന്നേൽക്കുമ്പോ 8 മണി 9 മണിയൊക്കെ ആവും. ഹല്ലേലൂയ. അപ്പൊ അവസാനം അപ്പം പറഞ്ഞു, നിന്നെ ഞാൻ തീർത്ത് കളയോടാ, നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ, നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കോടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വന്നിട്ട് അപ്പൊ നീ എന്റെ കൈയുടെ ചൂടറിയൂന്ന് പറഞ്ഞു. എന്തറിയൂന്ന് പറഞ്ഞു? നീ എന്റെ മര്യാദ ജീവിച്ചില്ലെങ്കിൽ, മാന്യം മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ നീ എന്റെ കൈയുടെ ചൂടറിയോന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, അപ്പം കയ്യും പോക്കി ഇങ്ങോട്ട് വാ. അപ്പൊ എന്റെ കൈ എന്താണ്? മാങ്ങ പറിക്കാൻ പോവുമെന്ന്. ഓക്കെ. കൂട്ടുകാര് തമ്മിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ചെറിയ പ്രായത്തില്. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കൈ. പക്ഷേ ഇവിടെ ഒരു മകൻ അപ്പനോട് പറയാണ്. അപ്പൊ കൈ ആരുടെ കൈ പോലെ ആകണമെന്നാണ് പറഞ്ഞത്? മാങ്ങ പറിക്കണ കൈ ആവണമെന്നല്ല പറഞ്ഞത്. ആരുടെ കൈ പോലെ ആവണം? ഈശോ തൊട്ടപ്പോൾ ആരെയാണോ തൊട്ടത് അവർക്ക് എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. അവര് ശുദ്ധരായി. നമ്മൾ തൊടുന്നവർ ശുദ്ധരാകുമോ അശുദ്ധരാകുമോ? നമ്മൾ തൊടുന്നവർ സൗഖ്യം പ്രാപിക്കുമോ അല്ലെങ്കിൽ രോഗികളാകുമോ? നീ തൊടുന്നവൾക്ക് സൗഖ്യമാണോ കിട്ടുന്നത് അല്ലെങ്കിൽ രോഗമാണോ? നീ തൊടുന്നവൾക്ക് ശുദ്ധിയാണോ കിട്ടുന്നത് അശുദ്ധിയാണോ കിട്ടുന്നത്? നോക്കിയപ്പോ സൗഖ്യം കിട്ടി. നീ നോക്കിയപ്പോ ഉള്ള സൗഖ്യം പോയി അല്ലേ? ഈശോ കടന്നു വന്നപ്പോ മരിച്ചവര് ഉയർത്തെഴുന്നേറ്റു. നമ്മൾ കടന്നു ചെന്നപ്പോ
ജീവിച്ചിരിക്കുന്നവര് മരിച്ചു. നമ്മളൊരു വീട്ടിലേക്ക് ചെന്നപ്പോ അവര് നല്ല സന്തോഷത്തിൽ ഇരിക്കുന്നപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കടന്നു ചെന്നത്. അപ്പൊ തന്നെ അവര് മരിച്ചവരുടെ പോലെയായി. അതുകൊണ്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്, ഈശോയെ എന്റെ സാന്നിധ്യത്തെ നിന്റെ സാന്നിധ്യം പോലെ ആക്കണമേ. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അല്ലേ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവള് തുള്ളിച്ചാടി, അവരുടെ ഉദരത്തിലുള്ള ശിശു അടക്കം തുള്ളിച്ചാടി. ഭർത്താവ് മദ്യപിച്ച് കുടിച്ച് ലക്കുകെട്ട് വന്നപ്പോ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്ന ഭാര്യയുടെ ഉള്ളിൽ പിശാച് നിറഞ്ഞ് അവള് തുള്ളിച്ചാടി. നമ്മുടെ സാന്നിധ്യം ആരുടെ സാന്നിധ്യം പോലെ ആകണം? ഈശോയുടെ സാന്നിധ്യം പോലെ ആകണം. ഹല്ലേലൂയ. ഈശോ കാനായിലെ കല്യാണ വീട്ടില് സാന്നിധ്യമായിട്ട് ചെന്നപ്പോ അവരുടെ വിഷമം, അവരില്ലാത്തവരായിരുന്നു, വീഞ്ഞ് തീർന്നു പോയവരായിരുന്നു, കുറവുള്ളവരായിരുന്നു, അപമാന ഭാരം കൊണ്ട് നിറയപ്പെടാൻ പോവായിരുന്നു. ഈശോയുടെ സാന്നിധ്യം ആ കുടുംബത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. നിന്റെ സാന്നിധ്യം അപരനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുമോ, അല്ലെങ്കിൽ അപമാനത്തിലേക്ക് തള്ളിയിടുമോ? ഒരാളിലുള്ള ആത്മീയത നിന്റെ സാന്നിധ്യം കൊണ്ട് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഒരാൾക്ക് ആത്മീയമായ ഉത്കർഷം ഉണ്ടാകുമോ? വാട്ട് ഈസ് യുവർ പ്രസൻസ് റിസൾട്ടിങ്? നിന്റെ സാന്നിധ്യത്തിന്റെ റിസൾട്ട് എന്താണ്? കുറച്ചുപേര് ആത്മീയമായ കാര്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ അങ്ങോട്ട് ചെന്ന് 2 വർത്തമാനം പറഞ്ഞോടുകൂടി അവരുടെ ആത്മീയത പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സാന്നിധ്യം അടിമുടി. ഇനി ഒരു കാര്യം കൂടി പറയാൻ മറന്നു, കാലുകള്, ഈശോയുടെ കാലുകള് എന്ത് ചെയ്ത കാലുകളാണ്? ഈശോ എന്ത് ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്? നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു, വചനം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിച്ചു. നമ്മള് എന്ത് ചെയ്താണ് ചുറ്റി സഞ്ചരിക്കുന്നത്? നമ്മൾ ചാറ്റ് ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു അല്ലേ? വീഡിയോ കോൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. വീഡിയോ കോൾ ചെയ്ത് റോട്ടിൽ കൂടെ പോവായിരുന്നു. നാഷണൽ ഹൈവേ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ട്രെയിനിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മറിഞ്ഞു വീണു കത്തും. നീ എന്ത് ചെയ്താണ് ചുറ്റി സഞ്ചരിക്കുന്നത്? കർത്താവിന്റെ മാലാഖ എഴുന്നേറ്റുക. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ പാദങ്ങൾ ആരുടെ പാദങ്ങൾ പോലെയാകണം? ഈശോയുടെ പാദങ്ങൾ പോലെയാകണം. നിങ്ങളോട് അച്ഛൻ ഇരിക്കാൻ പറഞ്ഞായിരുന്നോ? ഈശോയുടെ കാലുകൾ നിന്ന കാലുകളാണ് അല്ലെ? എവിടെയാണ് നിന്നത്? കർത്താവിന്റെ മുമ്പില് ഈശോ നിന്നു, നടന്നു അല്ലെ? കുരിശിന്റെ ഈശോ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് കുഴപ്പമില്ല, അച്ഛൻ ചോദിച്ചാണ്. അപ്പോൾ ഈശോയുടെ പാദങ്ങൾ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച കാലുകളായിരുന്നു. ഈശോയുടെ പാദങ്ങള് ദൈവസന്നിധിയിൽ ആനന്ദിച്ച് നൃത്തം ചവിട്ടിയ പാദങ്ങളായിരുന്നു. അച്ഛൻ നിങ്ങളോട് ഇന്നലെ നൃത്തം ചവിട്ടാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിട്ടണം. അപ്പുറത്താളുടെ കാലിൽ ചവിട്ടരുത്, പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചവിട്ടാവുന്ന. നിങ്ങൾ എപ്പോഴാണ് നൃത്തം ചവിട്ടുന്നത്? പുലികളി വരുമ്പോഴാണോ നൃത്തം ചവിട്ടുന്നത്? കർത്താവിന്റെ തിരുസന്നിധിയില് നൃത്തം ചവിട്ടുക. ഹല്ലേലൂയ. ആനന്ദിക്കുന്നവരെ എവിടെ ആനന്ദിക്കണം? കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കണം. അതാണ് വചനം പറയുന്നത്. സങ്കീർത്തനങ്ങൾ 16:11 പറയുകയാണ്, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ശാശ്വതമായ ആനന്ദമുണ്ട്, ശാശ്വതമായ സന്തോഷമുണ്ട്. എവിടെയാണ് ശാശ്വതമായ? സങ്കീർത്തനങ്ങൾ 16:11 ഒന്നെടുത്ത് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 16:11. അച്ഛനൊരു കൺവെൻഷൻ മുഴുവൻ സങ്കീർത്തനങ്ങൾ 16:11 പറഞ്ഞ് നടത്തിയിട്ടുണ്ട് 5 ദിവസം. അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ഇന്ന് ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. വെരി ഗുഡ്, സന്തോഷം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അപ്പൊ ദൈവം നമുക്ക് എന്ത് മാർഗമാണ് കാണിച്ചു തരുന്നത്? ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ചില മനുഷ്യര് നമുക്ക് കാണിച്ചു തരുന്ന മാർഗം ഏതാണെന്നറിയാവോ? മരണത്തിന്റെ മാർഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത ഒരു സ്ഥലത്ത് 2 കിലോ MDM ആയി. 2 കിലോ MDM എന്ന് പറയുന്ന മയക്കുമരുന്നുമായിട്ട് ഒരാള് പിടിക്കപ്പെട്ടു. ആ 2 കിലോ മയക്കുമരുന്ന് എവിടെ വിൽക്കാൻ കൊണ്ടുവന്നാണെന്ന് അറിയാവോ? പുതുക്കാട് വിൽക്കാൻ കൊണ്ടുവന്നതാണ്. മനസ്സിലിരിക്കട്ടെ. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കൾക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ യുവതി യുവാക്കൾക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയില് അച്ഛൻ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോ +1 പഠിക്കുന്ന ഒരു മകനെയും കൊണ്ട് അമ്മ വന്നു. ഈ മകനോട് അച്ഛൻ സംസാരിച്ചപ്പോ ഈ മകൻ പറഞ്ഞു, അച്ഛ, +1 എന്റെ കൂട്ടുകാരിൽ പലരും MDM ഉപയോഗിക്കുന്നുണ്ട്. അധ്യാപകര് പറഞ്ഞതല്ല, ആ മകൻ പറഞ്ഞതാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, മോനെ ഇപ്പൊ എങ്ങനെയാടാ റേറ്റ്, വില എങ്ങനെയാണെന്ന്? അവൻ പറഞ്ഞു 500. കൂടിയില്ലേ? വില കൂടിയില്ല, പക്ഷെ അളവില് കുറഞ്ഞു. നേരത്തെ 500 രൂപയ്ക്ക് 10 ഗ്രാം കിട്ടുമായിരുന്നു. ഇപ്പൊ 500 രൂപക്ക് 10 ഗ്രാം ഒന്നും ഇല്ലത്ത, 5 ഉണ്ടാവുള്ളൂ. ആരാ പറയുന്നത്? +1 പഠിക്കുന്ന
നമ്മുടെ പള്ളിയിൽ വന്ന് കുർബാന സ്വീകരിക്കുന്ന കാറ്റഗിസം പഠിക്കുന്ന കുട്ടി പറയാണ്, പ്രിയപ്പെട്ടവര്, നിങ്ങൾ ചിന്തിക്കണ്ട, ഇത് കൊച്ചിയിലെ കഥയാണെന്ന്. തൃശ്ശൂരത്തെ കഥയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയാൽ അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ലോകം കാണിച്ചു തരുന്നത് മരണത്തിന്റെ മാർഗമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചപ്പോ അവൾ മയക്കുമരുന്ന് കഴിച്ച് ബോധമില്ലാത്ത അവസ്ഥയില് സ്കൂളിന്റെ മുമ്പില്, സ്കൂള് വിട്ട സമയത്ത് അവളെ പോലീസ് പിടിച്ചതാണ്. അവളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ അവള് പറഞ്ഞു, കൂട്ടുകാരൻ തന്നതാണ് സാറേ. ഓക്കെ, എന്തിനു വേണ്ടിയാണ് തന്നത്? ഇവള് പറഞ്ഞു, നമ്മൾ പറയില്ലേ ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്, എനിക്ക് ഭയങ്കര ടെൻഷനാടാ ബ്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ ടെൻഷൻ മാറാൻ ഒരു മരുന്ന് കൊടുത്തതാണ്. അവളുടെ ടെൻഷൻ മാറി, വീണ്ടും ടെൻഷൻ മാറി. പിന്നെ അവളുടെ സഹോദരൻ അവളുടെ ടെൻഷൻ മാറ്റി, പലതരത്തിൽ ടെൻഷൻ മാറ്റി. അവസാനം ലൈംഗികമായിട്ടൊക്കെ ഉപയോഗിക്കപ്പെട്ട് ഇവള് പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഇരുന്നപ്പോ അവള് കഥകൾ പറഞ്ഞു. ലോകം നമുക്ക് മരണത്തിന്റെ മാർഗം കാണിച്ചു തരും. ലോകം നമുക്ക് മരണത്തിന്റെ മാർഗം കാണിച്ചു തരും. പക്ഷേ ദൈവം നമുക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരും. അത് നിത്യജീവന്റെ മാർഗമാണ്. ആ മാർഗമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ലോകത്തെ നോക്കി സഞ്ചരിക്കുന്നവര് ലോകത്തെ പോലെയാകും. ദൈവത്തെ നോക്കി സഞ്ചരിക്കുന്നവര് ദൈവത്തെ പോലെയാകും. ചോദ്യം, നീ ആരെ നോക്കിയാണ് സഞ്ചരിക്കുന്നത്? നീ ആരെ നോക്കിയാണ് നിന്റെ വസ്ത്രധാരണം തീരുമാനിക്കുന്നത്? നീ ആരെ നോക്കിയാണ് നിന്റെ ആഘോഷങ്ങൾ തീരുമാനിക്കുന്നത്? അച്ഛന്റെ ഇടവക പള്ളിയില്, ഓൺലൈനിലുണ്ട്, കേട്ടോട്ടെ. അച്ഛന്റെ ഇടവക പള്ളിയില് ഈ ഒക്ടോബർ മാസത്തില് ഒരു തിരുനാള് നടന്നു. തിരുനാള് നടന്നപ്പോ തിരുനാളിന് ആഘോഷത്തിന് വേണ്ടി ചെലവഴിച്ചത് 22 ലക്ഷം രൂപയാണ്. അച്ഛന്റെ ചേട്ടനായിരുന്നു കണക്കെഴുതിയത്. അപ്പൊ അച്ഛന് കൃത്യം അറിയാം. അവസാനം എല്ലാ കളക്ഷനും കഴിഞ്ഞിട്ട് 1500 രൂപ ബാക്കിയുണ്ട്. അപ്പോ 22 ലക്ഷം രൂപയുടെ 7 ദിവസത്തെ, തിങ്കൾ മുതൽ ഞായർ വരെയുള്ള തിരുനാള്, ഈ 7 ദിവസത്തെ തിരുനാള് നടത്തിയപ്പോ ആരെ നോക്കിയാണ് നീ തിരുനാള് നടത്തിയതെന്ന് പോലും ചോദിക്കേണ്ട വരും. ആരെ നോക്കിയാണ്, ആരെ സന്തോഷിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോക്കലായിട്ട് പറഞ്ഞ ആരെ സുഖിപ്പിക്കാനാണ് നീ തിരുനാള് നടത്തിയതെന്ന് ഉത്തരം പറയണം. ഇങ്ങോട്ട് പോരുമ്പോ, ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ 1-2 പള്ളികളിലെ, പ്രത്യേകിച്ച് ഒരു പള്ളിയിലെ തിരുനാള് നടക്കാൻ പോവാണ്. അതിന്റെ ഫ്ലെക്സ് കണ്ടു. ഫ്ലെക്സില് പള്ളിയുടെ പടമുണ്ട്, ആ പള്ളിയിലെ വിശുദ്ധന്റെ പടം ഉണ്ട്. പേര് പറയില്ല. നിങ്ങൾ വേണോന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റൂട്ട് പറഞ്ഞു തരാം. ആ ഫ്ലെക്സില് ഒരു 25-30 ഭാഗം പള്ളിയുടെ പടവും ഒക്കെ എടുത്തിരുന്നാള്. പിന്നെ മറ്റൊരു 30 ഭാഗത്തിൽ ആ പള്ളിയിലെ തിരുനാളിന് ബാൻഡ് വായിക്കുന്നവരുടെ ഫോട്ടോ. ഓക്കെ, എവിടെയുള്ളവരാണത്? ഭയങ്കര കാശ് കൊടുത്തിട്ടാണ് ആ ബാൻഡുകാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ ഒരു വലിയൊരു ചിത്രം, ഞങ്ങൾ സാധാരണക്കാരല്ല,
ഇന്ന നാട്ടിൽ നിന്ന് ഇത്രയും കാശ് കൂടിയ ബാൻഡാണ് ഞങ്ങളുടെ അവരുടെ പേര് എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ തിരുനാളിന് കൊണ്ടുവരുന്നത്. ഓക്കെ, അതിന്റെ താഴെ അപ്പൊ വേറൊരു 40% ഭാഗത്ത് ഒരു ഫ്യൂഷൻ പ്രോഗ്രാം ഉണ്ട്. ആ ഫ്യൂഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പാട്ടുകാരുടെയും ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ വലിയ ഫോട്ടോയുണ്ട്. എന്നിട്ട് തിരുനാൾ ആശംസകൾ. നീ ആരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് തിരുനാളിന്റെ പേരില്? വിശുദ്ധനെ പ്രൊമോട്ട് ചെയ്യാനാണോ? വിശുദ്ധിയെ പ്രൊമോട്ട് ചെയ്യാനാണോ? വചനം പ്രഘോഷിക്കാനാണോ? നിന്റെ ജീവിതം വിശുദ്ധീകരിക്കാനാണോ നീ തിരുനാൾ ആഘോഷിച്ചതെന്ന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. അപ്പൊ അച്ഛന്റെ നാട്ടില് 22 ലക്ഷത്തിന് തിരുനാൾ ആഘോഷിച്ചതിന്റെ വിഷമത്തില് അച്ഛൻ ഇരിക്കാണ്. അപ്പോഴാണ് ഇവിടെ വന്നപ്പോ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ സംസാരിച്ചപ്പോ പറഞ്ഞു, ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുനാളിന് ഞങ്ങൾ 50 ലക്ഷം ചെലവാക്കേ, പള്ളിയിൽ നിന്ന് തന്നെ 20 ലക്ഷം, പിന്നെ പ്രസന്റിമാര് മറ്റേത് മറുത്തത്. അപ്പൊ അച്ഛന് ആശ്വാസമായി. 22 ആണെങ്കിലും 50 ആണെങ്കിലും ചോദ്യം എന്താണെന്നറിയാവോ? നീ ആരെ സുഖിപ്പിക്കാനാണ്? നിന്റെ ജഡത്തെ സുഖിപ്പിക്കാനാണോ? നിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കാനാണോ ഈ 50 ലക്ഷം നീ മുടക്കിയതെന്ന് പറയണം. ജഡത്തെ സുഖിപ്പിക്കാനാണെങ്കിൽ അത് പള്ളിയുടെ പേരിലും കർത്താവിന്റെ പേരിലും ചെയ്യരുത്. നമ്മുടെ തിരുനാളുകള് ജഡത്തെ സുഖിപ്പിക്കുന്ന, ജഡത്തെ പരിപോഷിപ്പിക്കുന്ന, കണ്ണുകളുടെ ദുരാശകളെ പരിപോഷിപ്പിക്കുന്ന, മാംസത്തിന്റെ ദുരാശകളെ പരിപോഷിപ്പിക്കുന്ന, ജീവിതത്തിന്റെ അഹന്തകളെ പരിപോഷിപ്പിക്കുന്ന തിരുനാളുകളായി മാറാൻ നിന്നെ പഠിപ്പിച്ചത് ആരാണ്? Who taught you this? പൗലോസാണോ പഠിപ്പിച്ചത്? പത്രോസാണോ പഠിപ്പിച്ചത്? ഏത് അപ്പോസ്തലനാണ്? തോമസ് ലീഹയാണോ പഠിപ്പിച്ചത്? Who taught you? പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ആരോപണമാണ്. നിന്നെ പഠിപ്പിക്കുന്നത് ലോകമാണെന്ന്, ഈ ലോകത്തിന്റെ ദേവനാണെന്ന്. ഈ ലോകത്തിന്റെ ദേവൻ നിന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് സുവിശേഷം, ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പൗലോസ് വിളിക്കുന്നത് ആരെയാണ്? പറയൂ. പിശാചിനെയാണ്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം വചനം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളൊന്ന് വായിച്ചു. 4:4 വായിക്കാം. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അവിശ്വാസികളെന്ന് പൗലോസ് വിളിക്കുന്നത് ഈശോയെ സ്വീകരിക്കാത്തവരെയാണെങ്കിൽ, ഇന്ന് ഈ ലോകത്തിന്റെ ദേവൻ കണ്ണുകൾ അന്ധമാക്കിയിരിക്കുന്നത് പള്ളിയിലിരിക്കുന്നവരുടെ കണ്ണുകളെയാണ്. വിശ്വാസികളെന്ന് പറയുന്നവരുടെ കണ്ണുകളെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു 5-6 വർഷം മുമ്പ് അച്ഛൻ്റെ ഇടവകയിൽ ഇത് പ്രസംഗിച്ചു. ഇതല്ല, വേറൊരു കാര്യം, ഇതുപോലൊരു കാര്യം. പിന്നെ കുറെ നാളത്തേക്ക് അച്ഛൻ അവര് വിളിച്ചില്ല. ഇങ്ങനെ പറയുന്നവരെ കേൾക്കാൻ ഇത് നിന്നെ പരിപോഷിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ദേവനാണെന്ന് നിന്നോട് പറയുന്നവരെ കേൾക്കാൻ നിനക്ക് മനസ്സില്ലെന്നേ. എന്റെ ഇഷ്ടങ്ങൾ, എന്റെ താല്പര്യങ്ങൾ,
അത് ഓക്കെയാണ് ഓക്കെ എന്ന് പറയുന്ന, അങ്ങനെയല്ലേ കൊച്ചുങ്ങൾക്ക്? എപ്പോഴാണ് കൊച്ചുങ്ങളും മാതാപിതാക്കളും തമ്മിൽ ഇഷ്ടക്കേടുണ്ടാവുന്നത്? കൊച്ചെന്ത് പറഞ്ഞാലും ഓക്കെ, കൊച്ചെന്ത് പറഞ്ഞാലും ഓക്കെ, കൊച്ചിനെ കരയിപ്പിക്കണ്ട, കൊച്ച് ഓക്കെ എന്ന് പറഞ്ഞ് തള്ളുന്നിടത്തോളം കാലം കൊച്ചോക്കെ. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കൊച്ചിനോട് അത് ചെയ്യരുതെന്ന് പറയുമ്പോ നിങ്ങളുടെ കൊച്ച് നിങ്ങളുടെ ശത്രുവായി മാറാറില്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എത്ര അമ്മമാരാണ് പറഞ്ഞിട്ടുള്ളത്? എത്ര അപ്പന്മാരാ പറഞ്ഞിട്ടുള്ളത്? അച്ഛാ, എന്റെ ശത്രു, എന്റെ വീട്ടിൽ എന്റെ ശത്രു എന്റെ കൊച്ചാണെന്ന്. അതുവരെ കൊച്ചിനു വേണ്ടിയാണോ ജീവിക്കുന്നത്, കൊച്ചിനു വേണ്ടിയാണോ ജീവിക്കുന്നതെന്ന് പറഞ്ഞവര്. ഓക്കെ, തിരിച്ചു വാ. പറഞ്ഞു വന്നത്, ജീവന്റെ ലോകം പഠിപ്പിക്കുന്ന ഒരു മരണത്തിന്റെ മാർഗമുണ്ട്. അത് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ പറയും, കൂടോത്രം ചെയ്യണം, മന്ത്രവാദം ചെയ്യണം, രക്ഷപ്പെടാൻ കൂടോത്രം ചെയ്യണം, മന്ത്രവാദം ചെയ്യണമെന്ന്. പക്ഷേ നമ്മളാരും അങ്ങനെ കൂടോത്രവും മന്ത്രവാദവും ചെയ്യുന്ന ആളുകളല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മളാരും അങ്ങനെ, പ്രത്യേകിച്ച് തൃശൂർ ജില്ല എന്ന് പറയുന്നത്, തൃശൂർ അതിരൂപത എന്ന് പറയുന്നത്, അപ്പുറത്ത് പാലയൂര് ഇല്ലേ, AD 52 തോമാസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നുള്ള തൃശൂർ അതിരൂപത 52 ഇല്ലേ, തോമാസ് ലീഗ നേരിട്ട് ജ്ഞാനസ്നാനം നൽകിയവരുള്ള അതിരൂപതയാണ് തൃശൂർ അതിരൂപത. അച്ഛൻ അത്രമാത്രം ബഹുമാനമാണ്. അച്ഛന്റെ അമ്മിച്ച് ജനിച്ചത് തൃശൂർ അതിരൂപതയിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പുത്തഞ്ചിറക്കാരത്തിയാണ് അമ്മിച്ച്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തറവാട്ട് മഹിമ പറയാൻ പറ്റുന്ന തൃശൂർ എന്ന് പറയുന്ന അതിരൂപതയില് താമസിക്കുന്ന നമ്മെക്കുറിച്ച് നമുക്ക് വലിയ അഭിമാനമുണ്ട്, അല്ലേ? പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. അച്ഛനൊരു സത്യം പറയാം, നിങ്ങളിത് പുറത്ത് പറയരുത്. അച്ഛന്റെ ധ്യാന കേന്ദ്രത്തില് ഒരു സ്റ്റാളുണ്ട്, പുണ്യസാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാൾ, കൊന്തയും വെന്തിങ്ങയും. അപ്പൊ അവിടെ ഈ ചന്ദനത്തിരി, മണമുള്ള നല്ല സുഗന്ധമുള്ള ചന്ദനത്തിരി കിട്ടിക്കഴിഞ്ഞപ്പോ അത് മാനേജ് ചെയ്യുന്ന സിസ്റ്റേഴ്സ് അത് കൊണ്ടുപോയി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സഹോദരി ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി ചന്ദനത്തിരി. പിറ്റേ ദിവസം അത് കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്ത് പറ്റി? എന്നിട്ട് അവര് വന്നിട്ട് അച്ഛനോട് രഹസ്യത്തിൽ പറഞ്ഞു, രഹസ്യമാണ്, നിങ്ങൾ ഇത് വേറെ ആരോടും പറയരുത് കേട്ടോ. പറയോ? ഇല്ലല്ലോ. അപ്പോ അച്ഛാ, ആ ചന്ദനത്തിരി മാനുഫാക്ചേർഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലവും തൃശൂർ ഡിസ്ട്രിക്റ്റ് എന്ന് കണ്ടതുകൊണ്ട് ഇവര് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാണ്, അവിടെ ഭയങ്കര കൂടോത്രക്കാരും ചാത്തൻ സേവക്കാരുമുള്ള സ്ഥലമായതുകൊണ്ട് ഈ ചന്ദനത്തിരി ചാത്തൻ സേവ ചെയ്ത് വിൽക്കുന്നതാണോ എന്നറിഞ്ഞുകൂടാ, തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ സഹോദരി തൃശൂർക്കാര് നല്ല ആളുകളാണ്, അവരിതുപോലെ പൊന്നുപോലത്തെ ആളുകൾ ലോകത്തിൽ വേറെ ഇല്ല. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, കേരളത്തിലെ ഏറ്റവും നല്ല ആളുകളുള്ള ജില്ല ഏതാണെന്നറിയാവോ? തൃശൂര്. നിങ്ങൾ സെർച്ച് ചെയ്തോ കേരളത്തിലെ ഏറ്റവും നല്ല ആളുകളുള്ള ജില്ല എന്ന് സെർച്ച് ചെയ്താൽ 14-ാം സ്ഥാനം ആർക്കാണ്? അല്ല, തിരുവനന്തപുരം. ആശ്വാസമായില്ലേ? 2-ാം സ്ഥാനം ആർക്കാണ് പറയാവോ? എറണാകുളം. 2-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേന്ന് 13-ാം സ്ഥാനം, ഏറ്റവും നല്ല ആളുകളുള്ള ജില്ല. അപ്പൊ നല്ലത് എന്നതിന്റെ 13-ാം സ്ഥാനമാണ് എറണാകുളത്തിന്. നിങ്ങൾക്ക് സന്തോഷിക്കാം, 5-ാം സ്ഥാനം പറഞ്ഞോ? തൃശ്ശൂർ. മിടുക്കൻ, കറക്റ്റ്. കൈയടിച്ച്.
5-ാം സ്ഥാനമാണുള്ളത്. അപ്പൊ രണ്ടാം സ്ഥാനം ആർക്കാണെന്നറിയാവോ? കണ്ണൂരിനൊന്നുമല്ല. 2-ാം സ്ഥാനം കാസർഗോഡ്. ഇനി 1-ാം സ്ഥാനം ആർക്കാണെന്ന് പറയാവോ? പറഞ്ഞേ. കോട്ടയോ? ഓടവിടുന്ന്. കേരളത്തിലെ ഏറ്റവും നല്ല ആളുകളുള്ളതിന്റെ 1-ാം സ്ഥാനം ഗൂഗിള് കൊടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയ്ക്കാണ്. കൈയടിച്ചോ. ജോസഫ് അച്ഛൻ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യാൻ നോക്കുന്നു. ഇപ്പൊ ചെയ്യണ്ട, സമയെടുത്ത് ചെയ്താ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങള് അച്ഛൻ വെറുതെ ഒന്നും പറയുന്നതല്ല. അച്ഛൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം, ഇടവകയുടെ ഗ്രൂപ്പിൽ ഇട്ടോ. അത് ഇടുന്നില്ല കേട്ടോ, വെറുതെ പറഞ്ഞ. ഹല്ലേലൂയ. അച്ഛന്റെ കയ്യിൽ അതുണ്ട്, സെർച്ച് ചെയ്തതിന്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ചാറ്റ് GPT-യിലാണ് അതുള്ളത്. യെസ്, തിരിച്ചു പോവാ. പറഞ്ഞു വന്നത്, നമ്മളെ കുറിച്ച് നമുക്ക് നല്ല മതിപ്പുണ്ടെങ്കിലും നമ്മളുടെ ഇടയിൽ ഇതുപോലെ ചാത്തൻ സേവ ചെയ്യുന്നവരും മന്ത്രവാദം ചെയ്യുന്നവരും കൂടോത്രം ചെയ്യുന്നവരും താൽക്കാലിക ലാഭത്തിന് പോകുന്നവരുമുണ്ട്. അച്ഛനൊരു ഉദാഹരണം പറയാം. ഒരു സിസ്റ്ററിനെ കാറ്റഗിസം പഠിക്കുന്ന 3 കുട്ടികള് 19 പ്രാവശ്യം കുത്തിക്കൊന്നതിന്റെ കഥ അറിയാവോ? കാറ്റഗിസം പഠിക്കുന്ന 16 വയസ്സുള്ള 2 പെൺകുട്ടികളും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും. 16 വയസ്സുള്ള അവളുടെ പേരെന്താണ്? വെറോനിക്ക എന്നുണ്ടോ? 16 വയസ്സുള്ള വെറോനിക്ക, അംബ്ര, മിലേന, ഈ 3 പെൺകുട്ടികൾ കൂടി അവരെ കാറ്റഗിസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്ററിനെ കുത്തിക്കൊന്നു. ജൂൺ മാസം 6-ാം തീയതിയാണെന്നാണ് അച്ഛന്റെ ഓർമ്മ. വർഷം 2000. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കുത്തിക്കൊന്നത്? ഇവിടെ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഒന്ന് കൈവക്കി. ഓക്കെ. എങ്ങനെ എണ്ണിയാലും 50 കൂടുതലില്ല. ഇവിടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിൽ 900 കുട്ടികളുണ്ട്. അതിൽ 50 പേര് വന്നിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത്, നിങ്ങളെ കുറിച്ചല്ല. ഈ കുട്ടികള് 16, 17, 16 വയസ്സുള്ള 2 പേര്, 17 വയസ്സുള്ള ഒരാള്. ഇവര് സെർച്ച് ചെയ്തു, ഫോണിൽ സെർച്ച് ചെയ്തു. കുട്ടികൾ എന്ത് കിട്ടിയാലും സെർച്ച് ചെയ്യൂലേ? എങ്ങനെ നല്ല മാർക്ക് മേടിക്കാം, എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ എളുപ്പത്തിൽ വളർച്ചയുണ്ടാകാം, എങ്ങനെ എളുപ്പത്തിൽ വിജയം നേടാം. ഇങ്ങനെ പള്ളിയിൽ പോയി കാത്തുനിന്ന് വെഞ്ചരിച്ചിട്ട് നന്നായിട്ടിരുന്ന് പഠിച്ചിട്ടൊന്നും അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഞങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കണം, എളുപ്പത്തിൽ മാർക്ക് കിട്ടണം, എളുപ്പത്തിൽ വിജയം നേടണം. സെർച്ച് ചെയ്ത് ഇവര് ചില സൈറ്റാനിക് സൈറ്റുകളിൽ ചെന്നെത്തിയിട്ട് അപ്പോൾ അവര് കുറെ ടാസ്ക് കൊടുക്കാൻ തുടങ്ങി. അവര് പ്രോമിസ് ചെയ്തു, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ ഞങ്ങൾ വഴികൾ പറഞ്ഞു തരാം. പ്രോമിസ് പറയാറില്ലേ? പ്രോമിസ് കൊടുത്തു. എന്നിട്ട് അവര് ചില പ്രോമിസുകൾ, നിങ്ങൾ കൊന്ത ഊരി മാറ്റുക, കഴുത്തിലിട്ടിരിക്കുന്ന കൊന്ത ഊരി മാറ്റുക. ഇപ്പൊ പലരുടെയും കഴുത്തിൽ എന്തില്ല? കൊന്തയില്ല. നിങ്ങൾ കഴുത്തിലിട്ടിരിക്കുന്ന വെന്തിങ്ങ, ഉത്തിരീയം എടുത്തു മാറ്റുക. അങ്ങനെ ഉത്തിരീയമില്ല. നിങ്ങൾ കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് അഴിച്ചു മാറ്റുക. കുരിശഴിച്ചു മാറ്റി. എന്നിട്ട് നിങ്ങളുടെ കഴുത്തിൽ ഒരു ലവ് ചിഹ്നം ഇടുക. ലവ് ചിഹ്നമിട്ടു. ഇപ്പൊ പലരുടെയും കഴുത്തില് പലരും ഇങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ട്. അയ്യോ അച്ഛൻ ഞങ്ങളുടെ ഇല്ല, കണ്ടിട്ടില്ല, ദൂരമുണ്ട്, കാണാൻ പറ്റൂല, അത് നോക്കുന്നില്ല, അപ്പൊ മറച്ചൊന്നും പിടിക്കണ്ട. ഇപ്പൊ കഴുത്തില് കുരിശെടുത്ത് മാറ്റിയില്ലേ? അപ്പൊ ഒരു കൊച്ചിനോട് അച്ഛൻ ചോദിച്ചു, മോളെ നിന്റെ കഴുത്തിലെ കുരിശെന്തേ? ഇപ്പൊ ലവ് ചിഹ്നമാണല്ലോ, 2 ഹൃദയങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കിടക്കാണ്. എനിക്ക് സ്കൂളിൽ നല്ല മാർക്ക് കിട്ടിയപ്പോ അമ്മ മേടിച്ചു തന്നതാണ്. കിടക്കട്ടെ,
കയ്യില്. അപ്പൊ എല്ലായിടത്തും എല്ലാ അടയാളങ്ങളും എടുത്തു മാറ്റി. ഒടുവില് ടാസ്കുകൾ ഇങ്ങനെ കയറി വരികയാണ്. ഇവരോട് പറഞ്ഞു, ടാസ്ക് ഓരോന്ന് ചെയ്യുമ്പോ ഇവര് ഫോട്ടോ എടുക്കണം, എന്നിട്ട് അയച്ചു കൊടുക്കണം. ഫോട്ടോ എടുക്കണം, അയച്ചു കൊടുക്കണം. അങ്ങനെ ഇവർക്ക് പോയിന്റ് കയറി വരികയാണ്. അവസാനം അവര് പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിലുള്ള ബൈബിൾ എടുത്ത് കത്തിക്കണം. കാറ്റഗിസത്തിന് പോകുന്ന പിള്ളേരല്ലേ, അവരെ ആൾത്താരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന ആരെങ്കിലും ശ്രദ്ധിക്കോ? ഇല്ല. അവര് കാറ്റഗിസത്തിന് വന്നതല്ലേ. ഇവര് ന്യൂട്രലില് ബൈബിൾ എടുത്ത് മാറ്റി. പിറ്റേ ദിവസം കപ്പ്യാര് നോക്കിയപ്പോ ബൈബിള് കാണാനില്ല. കപ്പ്യാര് വേറൊരു ബൈബിൾ എടുത്തു വെച്ചു. അത്രേ ഉള്ളൂ. അപ്പോ അതെടുത്ത് അവര് കത്തിച്ചു. അത് കഴിഞ്ഞപ്പോ അടുത്ത ടാസ്ക്, അവിടെയാണ് നമ്മളുടെ ട്വിസ്റ്റ്. അടുത്ത ടാസ്ക്, ദൈവ ശുശ്രൂഷ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാളെ കൊല്ലണം. നിങ്ങൾ ഓർക്കണം, 5 വയസ്സുള്ളപ്പോൾ മുതൽ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളാണ്. പലപ്പോഴും കാറ്റഗിസത്തിന് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ മേടിച്ചിട്ടുള്ള കുട്ടികളാണ്. ലോഗോസ് കിസ് എഴുതിയിട്ടുള്ള കുട്ടികളാണ്. അതിന് ഫസ്റ്റ് മേടിച്ചിട്ടുള്ളവരാണ്. ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയിട്ടുള്ള കുട്ടികളാണ്. സ്ഥൈര്യലേപനം നടത്തിയിട്ടുള്ള കുട്ടികളാണ്. ഇവര് RSSകാരല്ല, ബജറംഗ്ദാറുകാരല്ല. ഇവര് ക്രിസ്ത്യാനികളായ കത്തോലിക്ക കുടുംബത്തിലെ 3 പെൺകുട്ടികള്. നല്ല സുന്ദരം പേരുള്ള വെറോനിക്ക, അംബ്ര, മിലേന, 3 പെൺകുട്ടികള്. ഇവരോട് സൈറ്റാനിക് ഗ്രൂപ്പുകാര് പറഞ്ഞു, ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ കൊല്ലണം. ഇവര് ആരെയാണ് കൊല്ലാൻ പറ്റുന്നതെന്ന് ആലോചിച്ചു. ദൈവ ശുശ്രൂഷ ചെയ്യുന്ന പാവങ്ങള്, കൊച്ചുങ്ങളല്ലേ. അവരാദ്യം തന്നെ ആരുടെ പേരായിരിക്കും ആലോചിക്കുന്നത്? നിങ്ങൾക്ക് ദൈവ ശുശ്രൂഷ, ഇടവകയിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? വികാരി അച്ഛൻ. അച്ഛൻ. അപ്പൊ ഇവര് ആരെ കൊല്ലാൻ പ്ലാനിട്ടു? വികാരി അച്ഛനെ കൊല്ലാൻ പ്ലാനിട്ടിട്ട് ചർച്ച ചെയ്യാണ്, പരിപ്പോടെയും ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പൊ അവര് പറഞ്ഞു, വികാരി അച്ഛൻ 40-45 വയസ്സുള്ള, നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള നമ്മുടെ വികാരിച്ചന്റെ പോലത്തെ തടി, പ്രായം അത്രയില്ലെന്നുള്ളൂ. അപ്പോൾ നല്ല മിടുക്കനായിട്ടുള്ള അച്ഛനാണ്. അച്ഛനെ തള്ളിയിട്ടിട്ട് അച്ഛനെ കുത്തിക്കൊല്ലാനൊന്നും നമ്മെ കൊണ്ട് പറ്റൂലടി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? അപ്പൊ അവരാലോചിച്ചു, വികാരിച്ചനെമാരെ കൊച്ചച്ചന്മാരൊക്കെ വിട്ടു. പിന്നെ ആരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്? കാപ്പ്യാരാ. ഓടർന്ന് ഹല്ലേലൂയ. ഇവര് അവസാനം കപ്പ്യാരുടെ കാര്യം അവരാലോചിച്ചു, പക്ഷെ അവര് വേണ്ടെന്ന് വെച്ചു. പാവം ചേട്ടൻ, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവരെ വെറുതെ അനാഥമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് വിട്ടതാണ്. നീ പറഞ്ഞത് ശരി. അവസാനം അവര് നോക്കി, കോൺവെന്റിലെ മദർ കുഴപ്പമില്ല. ഇവിടെ ഉണ്ട് മദർ? ഇല്ല. ഉണ്ട്. ഓക്കെ. കോൺവെന്റിലെ മദറിനെ അവര് പ്രായം നോക്കി, 59. ശരി. മദർ, പാവൊരു മദർ. ആ മദറിന്റെ പേര് മരിയ എന്ന് പറയുന്ന മദറാണ്. മൈനേട്ടി മരിയ. മുഴുവൻ പേര് ഞാൻ പറയാം. ഈ മദറിനെ തീർക്കാന്ന് വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വെറോനിക്ക മദറിന് ഫോൺ ചെയ്തു ഒരു ദിവസം. ഈ മദർ നല്ലൊരു മദറാണ്. ഈ മദർ ചെയ്യുന്ന കാര്യം, യുവാക്കള്, വഴിതെറ്റിപ്പോകുന്ന യുവാക്കളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അഡിക്റ്റഡ് ആയിട്ട് വഴിതെറ്റിപ്പോകുന്നവര്, തെറ്റായ പ്രണയബന്ധങ്ങള്, കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവര്, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവര്, വഞ്ചിക്കപ്പെട്ടവര്,
അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടവര്, പലതരത്തിൽ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികള്, ആൺകുട്ടികള്, ഡ്രഗ് അഡിക്ട്സ്, ഇവരുടെയൊക്കെ ഇടയില് ഈ മദർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മദറാണ്. അപ്പൊ ഈ മദറിനെ ഒരു ദിവസം ഇവരെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ആളാണ്. ഈ മദറിനെ വെറോനിക്ക വിളിച്ചിട്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറയാണ്, രാത്രി 8 മണി 8:30 മദറെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു. പ്രൈസലോ. എന്നിട്ട് ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്, 16 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ അബോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോ മദർ, ഇവരുടെ പേര് മരിയ, മദറിന്റെ പേര് നോക്കിയതാണ് അച്ഛൻ, മരിയ ലോറ മൈനേറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ. ഈ സിസ്റ്റർ പറഞ്ഞു, വെറോനിക്ക മോളെ ചതിക്കല്ലടി, അവൾക്ക് 16 വയസ്സാണ്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം, കൊച്ചിനെ സിസ്റ്റർ നോക്കിക്കോളാം, നീ ഒന്നും ചെയ്യില്ല, മദർ പറയണ പോലെ നീ ചെയ്യുന്നു പറഞ്ഞപ്പോഴേക്കും ഇവള് പുറത്തുനിന്ന് പറഞ്ഞു, മദറെ ആരോ വരുന്നുണ്ട്, എന്നെ പിടിക്കാൻ ആരോ വരുന്നുണ്ട്, അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്തു. മദറിന് ടെൻഷനായി, ഇവൾ എവിടെ നിന്നാണ് വിളിച്ചതെന്നൊന്നും ലൊക്കേഷൻ കിട്ടുന്നില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ 10 മണി രാത്രി, ജൂൺ മാസം 6-ാം തീയതി 2000 ആണ്ട്, ഇവള് വീണ്ടും വിളിക്കുകയാണ്, മദറെ എനിക്ക് മദറിനോട് സംസാരിക്കണം. അപ്പോ ഇവള് മദറിനോട് പറഞ്ഞു, അപ്പൊ മദർ ഇവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, വേഗം ഒരു വണ്ടി എടുത്ത് കോൺവെന്റിലേക്ക് വാ. ഇവള് പറഞ്ഞു, എനിക്ക് കോൺവെന്റിലേക്ക് ഒന്നും വരാൻ പറ്റൂല മദറെ. മദർ ഒരു കാര്യം ചെയ്യും, ഇപ്പുറത്തുള്ള പബ്ലിക് സ്ക്വയറിൽ ഗാർഡൻ ഉണ്ട്, അവിടെ പാർക്കുണ്ട്, പാർക്കിലേക്ക് മദർ വന്നാ മതി എന്ന് പറഞ്ഞു. മദർ 10 മണിയായി രാത്രി. മദർ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് വണ്ടി എടുത്ത് സ്ക്വയറിലേക്ക് പോയി, ഈ പാർക്കിലേക്ക് പോയി. പാർക്കിൽ ചെന്നപ്പോ വെറോനിക്ക മാത്രമല്ല, വെറോനിക്കയുടെ കൂടെ അംബറയുണ്ട്, മിലേനയുണ്ട്. നിങ്ങൾ എന്താ ഈ രാത്രി ഇവിടെ? ഞങ്ങൾക്കും മദറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമുക്കിത്തിരി മാറിയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് കൊണ്ടുപോയി പിറകിൽ നിന്ന് ഇഷ്ടിക എടുത്ത് മദറിന്റെ തലക്കടിച്ചു വീഴ്ത്തി. അവര് കൊണ്ടുവന്നിരുന്ന കത്തിയെടുത്ത് ഒരാൾ 6 പ്രാവശ്യം കുത്തി, അടുത്ത ആൾ 6 പ്രാവശ്യം കുത്തി, പിന്നത്തെ ആൾ 6 പ്രാവശ്യം കുത്തി. പെട്ടെന്ന് ഇങ്ങനെ കുത്തുന്നതിന്റെ ഇതില് ഒരെണ്ണം കൂടിപ്പോയി, അങ്ങനെ 7 പ്രാവശ്യം കുത്തി. 6 6 6 അങ്ങനെ കുത്താനാണ് സൈറ്റാനിക് ഗ്രൂപ്പുകാര് പറഞ്ഞിരുന്നത്. ഒരെണ്ണം കൂടിപ്പോയതാണ്. അങ്ങനെയാണ് 18 പകരം 19 കുത്തായിട്ട് മാറിയത്. പ്രിയപ്പെട്ടവരെ, ഈ സിസ്റ്ററിനെ അവസാനം ഇതുണ്ടായിരുന്നു, എൻക്വയറി ഒക്കെ വന്നപ്പോൾ പിള്ളേരെ പിടിച്ചു. ഒടുവിലെ ഈ സിസ്റ്ററിനെ ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 21 വർഷം കഴിഞ്ഞപ്പോ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. രക്തസാക്ഷികളുടെ ഗണത്തില് നമ്മളുടെ റാണി മരിയ സിസ്റ്ററിനെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന റാണി മരിയ സിസ്റ്റർ കൊല്ലപ്പെട്ടത് വിജാതീയനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കൈകൊണ്ടാണെങ്കിൽ, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് നമ്മെ പീഡിപ്പിക്കുന്നു, വിജാതീയര് നമ്മെ പീഡിപ്പിക്കുന്നു, അവര് നമുക്കെതിരാണ്, ഇവര് നമുക്കെതിരാണെന്നല്ലേ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിജാതീയര് പീഡിപ്പിച്ചതിന്റെ കഥയല്ല, പള്ളിയിൽ വരുന്ന കുട്ടികള് ഒരു സിസ്റ്ററിനെ കൊന്നതിന്റെ കഥയാണ്. ഇവര് കാറ്റഗിസം പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഇവർക്ക് കുർബാന സ്വീകരിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ ഉത്തരമാണ്, അവര് കാറ്റഗിസം പഠിച്ചു, കുർബാനയിൽ പങ്കെടുത്തു, അവരുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയമായില്ല, അവരുടെ ആത്മാവിൽ പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയില്ല.
അവരന്വേഷിച്ചത് കൈ അന്വേഷിച്ചു, അവര് മുഖം അന്വേഷിച്ചില്ല. അതുകൊണ്ട് അവരുടെ കണ്ണുകളെ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കി. ക്രിസ്തുവിന്റെ മുഖത്ത് വെളിപ്പെട്ട ആ ദൈവ തേജസ്സിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമായില്ല. ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ 3 കുഞ്ഞുങ്ങളെ മാത്രമാണോ? ഇപ്പോ പ്രിയപ്പെട്ടവരെ, അവര് ജയിലിൽ നിന്നൊക്കെ 8 വർഷം കഴിഞ്ഞപ്പോ അവരെ ജയിലിൽ നിന്ന് വിട്ടു. ദുർഗുണ പാഠശാലയിലൊക്കെ പഠിപ്പിച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വിട്ടു. അവര് 3 പേരും ഇറ്റലിയിലാണ് സംഭവം. അവിടെ ഉണ്ട്. അവരുടെ പേരൊക്കെ മാറ്റി പുതിയ പേരൊക്കെ സ്വീകരിച്ച് പുതിയ ഐഡന്റിറ്റിയിൽ അവര് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, കുടുംബമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ ചോദ്യം, നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടവരായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നൊരമ്മ പറഞ്ഞു, ആ കുടുംബത്തിലെ അവരുടെ ഒരു മകൾക്ക് വിശ്വാസമില്ല. അവള് പറയുകയാണ്, അമ്മ എവിടെ വേണമെങ്കിലും പോയിക്കോ, എന്നെ ഓരോടത്തും കൊണ്ടുപോകാൻ, എന്നോട് ധ്യാനത്തിന് പോകാൻ പറയരുത്, എന്നോട് പള്ളിയിൽ പോകാൻ പറയരുത്. അവളിപ്പോ പഠിച്ച് ഡോക്ടറാണ്. വിശ്വാസമില്ല. തൃശ്ശൂരുള്ള ഒരു ഡോക്ടർ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കിപ്പോ പ്രാർത്ഥിക്കാനൊന്നും താല്പര്യമില്ല. പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോ പ്രാർത്ഥിക്കാനൊക്കെ നല്ല താല്പര്യമായിരുന്നു. 10ാം ക്ലാസ്സില് പണ്ട് 600 മാർക്കുള്ള ഒരു സമയത്ത് 595 മാർക്ക് കിട്ടിയ കുട്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അന്ന് ഞാൻ പള്ളിയില് ഇങ്ങനെ, പള്ളിയുടെ പേരൊക്കെ അച്ഛൻ അറിയാം, പക്ഷെ പറയുന്നില്ല. അപ്പോ പള്ളിയിൽ പോവുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇപ്പൊ പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല. ഡോക്ടർ ആവാൻ പഠിച്ച സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മാസ്റ്റേഴ്സ് ചെയ്തപ്പോ അച്ഛനോടൊക്കെ പറയുമായിരുന്നു ഇടക്ക്, പ്രാർത്ഥിക്കണോ അച്ഛോ, ഞാൻ പരീക്ഷ എഴുതാൻ പോവാണ്, എൻട്രൻസ് എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ഫൈനൽ എക്സാം ആണ്, MD-യുടെ അല്ലെങ്കിൽ സർജന്റെ ഫൈനൽ എക്സാം നടക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല. എല്ലാമായി കഴിഞ്ഞപ്പോ ഒന്നും വേണ്ട എന്ന് തോന്നാണ്. ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയവരുടെ ഗണത്തിലേക്ക്. അങ്ങനെ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കുന്നു. അതാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്. എന്തെന്ന്? 1 കൊരിന്ത്യർ 16:11 സങ്കീർത്തനങ്ങൾ 16:11 നമ്മൾ വായിച്ചു, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അതിന്റെ ബദലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ ലോകം നമുക്ക് മരണത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇത്തിരി സ്കിപ്പായി പോയത്. അപ്പൊ ഇത് മനസ്സിലിരിക്കട്ടെ, ഈ ലോകം നമുക്ക് മരണത്തിന്റെ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിരിക്കട്ടെ മനസ്സില്. നമ്മുടെ വസ്ത്രധാരണത്തിലാണെങ്കിൽ പോലും അല്ലേ, ഇപ്പോ പുതിയ ഫാഷൻ ഏതാണ്? ടൈറ്റിന്റെ ഫാഷൻ മാറി. പുതിയ ഫാഷൻ ഏതാണ്? ബാഗി അല്ലേ? ആണോ? ഇവിടെ അത് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വസ്ത്രധാരണത്തിലും ഭവന നിർമ്മാണത്തിലും ഭക്ഷണത്തിലും എല്ലാറ്റിലും നമ്മെ ഈശോയല്ല പഠിപ്പിക്കുന്നത്, ഈ ലോകമാണ് പഠിപ്പിക്കുന്നത്. ഈശോ നമുക്ക് ജീവന്റെ മാർഗം, ഈ ലോകം നമുക്ക് മരണത്തിന്റെ മാർഗം കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാഗ്രത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പാവപ്പെട്ട കണ്ണൂരിലുള്ള ഒരു കർഷകന്റെ മകളെ ഇവിടെ അടുത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ആശ്രമത്തിന്റെ അടുത്തുള്ള വീട്ടിലെ, അടുത്തെന്ന് പറയുമ്പോൾ ഒരു 4-5 കിലോമീറ്റർ ദൂരത്തുള്ളൊരു വീട്ടിലെ ഒരു പാവപ്പെട്ട ചേട്ടൻ ചേച്ചി. അപ്പോ ഈ വീട്ടിലെ പെൺകുട്ടി കണ്ടിഷ്ടപ്പെട്ടു, മാട്രിമോണിയിൽ കണ്ടിഷ്ടപ്പെട്ടിട്ട്, ചെറുക്കന് നല്ല ജോലിയൊക്കെ ഉണ്ട്, ബാങ്കിൽ ഉദ്യോഗസ്ഥനൊക്കെയാണ്.
ഇവിടെ അടുത്ത് ഒരു സ്ഥലത്തു നിന്നുള്ള പയ്യനാണ്. അപ്പോ അവര് വന്നിട്ട് പറഞ്ഞു, പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇനി വേറൊന്നും വേണ്ട. അപ്പൊ ഈ അപ്പം പറഞ്ഞു, ഞാൻ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, 8-10 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലമൊക്കെ ഒന്ന് വിറ്റിട്ട് അതിന്റെ ഭാഗം അവൾക്ക് തീർച്ചയായിട്ടും കൊടുക്കും, ഒരു 50 ലക്ഷമൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പോ എന്നോടൊന്നും ചോദിക്കരുത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, പെണ്ണാണ് വലുത്, ഞങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തന്നാ മതി എന്നൊക്കെ പറഞ്ഞ് അവസാനം കല്യാണം നടത്തി 1 ആഴ്ച കഴിഞ്ഞപ്പോ മുതല് അവര് പറയാൻ തുടങ്ങി, നിനക്ക് തരാമെന്ന് പറഞ്ഞ് 50 ലക്ഷം തന്നില്ലല്ലോ, തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നവരാണോ നിന്റെ അപ്പനും അമ്മയും? ഇത്ര വൃത്തികെട്ടവരാണ് നിങ്ങളുടെ മാതാപിതാക്കളെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഫോൺ വിളിച്ച് അവരോട് പറയാൻ തുടങ്ങി, ചാറ്റ് ചെയ്യാൻ തുടങ്ങി. റെക്കോർഡൊക്കെ ഉണ്ട്. ഈ ചാറ്റ് ചെയ്ത റെക്കോർഡുകളെ അവിടെ ഉണ്ടാവും. അവസാനം കോടതി ചെല്ലുമ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതവിടെ മനസ്സിലിരിക്കണം. അപ്പൊ ഇതൊക്കെ പറയാൻ തുടങ്ങി. അവസാനം ക്ഷമ കെട്ടു. ഇപ്പോ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലേക്ക് എത്തി. പറഞ്ഞു വരുന്നത് ഈ ലോകത്തിന്റെ ദേവൻ പഠിപ്പിച്ച പാഠങ്ങളുടെ പിറകെ പോകുമ്പോ കുടുംബം ഇരുട്ട് നിറഞ്ഞതാകും. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങളിൽ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് എന്തോരം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഒരമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ അമ്മയ്ക്ക് ഇവരുടെ വീട്ടിലെ അടുക്കളയിൽ കയറാൻ അനുവാദമില്ല. തള്ള അവിടെ ഓരോടത്ത് മൂലക്കിരുന്നാ മതി. അപ്പൊ അച്ഛൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഭക്ഷണം അവളെടുത്ത് തരില്ല, എന്റെ മകനോ പേരക്കുട്ടികളോ ചെന്ന് എടുത്ത് തന്ന് ആ ഭക്ഷണം ഞാൻ വാതിലടച്ചിട്ട് മുറിയിലിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വചനം പറയാതെ വചനത്തിന്റെ ആ ചിന്തകൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാൻ വേണ്ടിയാണ്. അച്ഛൻ ഈ കഥ പറയുന്നത് ഇത് കണ്ണൂരത്തെ കഥയല്ല, ഇത് തൃശ്ശൂർ ജില്ലയിലെ കഥയാണ്. അച്ഛൻ ഇവിടെ മാത്രമല്ല, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതുക്കാട് മാത്രമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറയാറില്ലേ, തിരുവനന്തപുരത്ത് മാത്രമല്ല നമുക്ക് ആളുള്ളത്, എവിടെയോ ആളുണ്ട്, ഡൽഹിയിലും ആളുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഈ ലോകത്തിന്റെ ദേവൻ നിന്റെ കണ്ണുകളെ അന്ധമാക്കുന്നത് കൊണ്ട് കുടുംബങ്ങളിൽ പുറമേ കാണുന്നതല്ലല്ലോ അകമേയുള്ളത്. പുറമേ നല്ല വെട്ടം, എത്ര LED ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ ബോധമില്ല. പുറമേ നല്ല വെട്ടം, അകമേ നല്ല ഇരുട്ട്. പുറത്തെത്ര വെട്ടൂട്ടാലും ഉള്ളില് ക്രിസ്തുവിന്റെ ചൈതന്യമില്ലെങ്കിൽ അത് ഇരുട്ടാണേ. അതിരുട്ട് തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഈശോയെ അങ്ങയുടെ മുഖശോഭ, ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ പ്രകാശിപ്പിക്കണമേ എന്നാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഒരാ ചങ്ക് പൊട്ടി വിളിച്ചേ, മനസ്സുരുകി വിളിച്ചേ, ഉള്ളിലുള്ള അന്ധകാരം മാറുന്ന വിധത്തിലൊന്ന് വിളിച്ചേ, ഹൃദയത്തിലുള്ള വെറുപ്പിന്റെ ഇരുട്ട് വിട്ടുപോകട്ടെ, ഹൃദയകാഠിന്യത്തിന്റെ ഇരുട്ട് വിട്ടുമാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, പരിശുദ്ധാത്മാഭിഷേകം വന്ന് നിറയട്ടെ,
ഈ ലോകത്തിന്റെ ദേവൻ നയിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ ഞങ്ങളെ ശോഭിതമാക്കണമേ. ഇത് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അച്ഛൻ നിങ്ങൾ ഇന്നലെ ചെറിയ തോതിൽ സൂചിപ്പിച്ചു. നമ്മളുടെ കുടുംബങ്ങളിലുള്ള ഇരുട്ടുകള്, മദ്യപാനത്തിന്റെ ഇരുട്ട്, എന്തു വന്നാലും കൂടി, ക്രിസ്തുമസ് വന്നാലും കൂടി, ഈസ്റ്റർ വന്നാലും കൂടി, ഈ കല്യാണം നടത്തുമ്പോ നിങ്ങൾ കുടിക്കുമ്പോ ഒരു കാര്യം ഓർത്തോളണം. നിങ്ങൾ ആ മദ്യത്തിന്റെ ദുർഭൂതത്തെ ആ പെണ്ണിന്റെയും ചെറുക്കന്റെയും ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താണ്. മക്കളുടെ കല്യാണത്തിന് മദ്യം വിളമ്പുന്നവര് ഓർത്തോ, നിങ്ങൾ കാശ് കൊടുത്ത് പിശാചിനെ ആ പെണ്ണിന്റെയും ചെറുക്കന്റെയും ജീവിതത്തിലേക്ക് നാശം ഉണ്ടാകാൻ വേണ്ടി വിളിച്ചു വരുത്താണ്. നിങ്ങളുടെ മക്കളുടെ മാമോദീസക്ക് മദ്യം വിളമ്പുന്നവർ ഓർത്തോ, നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് മദ്യത്തിന്റെ ദുർഭൂതത്തെ, അതിന്റെ ഒപ്പം ആസക്തികളുടെ ദുർഭൂതം. മദ്യത്തിന്റെ ദുർഭൂതം എന്ന് പറയുന്നത് ആസക്തിയുടെ ദുർഭൂതമാണ്, കലഹത്തിന്റെ ദുർഭൂതമാണ്, നാശത്തിന്റെ ദുർഭൂതമാണ്, കോപത്തിന്റെ ദുർഭൂതമാണ്. ആ ദുർഭൂതത്തെ ഈ കുഞ്ഞിന്റെ ഒന്നും അറിയാത്ത കുഞ്ഞിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്താണ്. മനസ്സിൽ വെച്ചിട്ടിനി കുടിച്ചാൽ മതി. കുഞ്ഞിന്റെ ജ്ഞാനസ്നാനത്തിന് മദ്യം വിളമ്പുന്നവര് മനസ്സിൽ വെച്ചോ, നിങ്ങളുടെ കൊച്ചിലേക്ക് നിങ്ങൾ തിന്മയെ, നാശത്തെ വിളിച്ചു വരുത്താണ്. കുഞ്ഞിന്റെ കുർബാനക്കുള്ളപ്പാടിന് മദ്യം വിളമ്പുന്നവരോർത്തോ, ആ കുഞ്ഞിലേക്ക് നിങ്ങൾ ഒരു അഡിക്ഷന്റെ, ലഹരിയുടെ അഡിക്ഷന്റെ ദുർഭൂതത്തെ വിളിച്ചു വരുത്താണ്. നാളെ നിങ്ങൾ ആ കൊച്ചിനെ ആയിട്ട് ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് നിന്ന് പറയും, അച്ഛാ ഞങ്ങളുടെ കൊച്ചു വഴിപിഴച്ചു പോയച്ചോ. ഞങ്ങളുടെ കൊച്ച് വഴിപിഴച്ചു പോയച്ചോ എന്ന് പറയുമ്പോ പിറകിൽ ഒരു ചരിത്രം ഉണ്ടോ എന്ന് കൂടെ നോക്കിക്കൊള്ളണം കേട്ടോ. നിങ്ങൾ ഈ കൊച്ചിന്റെ ജ്ഞാനസ്നാനത്തിന് മദ്യം വിളമ്പിയില്ലേ? കുർബാനക്കൊള്ളപ്പാടിന് മദ്യം വിളമ്പിയില്ലേ? ഉവ്വ്, ആ ദുർഭൂതം അവിടെ ഉണ്ടെന്നേ. നിങ്ങൾ വിളമ്പിയതിന്റെ 10 ഇരട്ടി ഇനി നാളെ ആ കൊച്ചു കുടിക്കും, വിളമ്പും, അനുഭവിച്ചോ എന്ന് പറയേണ്ട വരരുത്, എന്ന് പറയേണ്ട വരരുത്. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, നമ്മൾ ഒന്നും ചെയ്യാതെ, നമ്മൾ മദ്യപിക്കാതെ, നമ്മൾ ഉപവസിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ കാത്തു നോറ്റ് പ്രാർത്ഥിച്ചിട്ടും മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു വശം. പക്ഷേ നമ്മൾ തിന്മയുടെ വിത്ത് വിതച്ചിട്ട് കുഞ്ഞിലേക്ക് ലോകം തിന്മയുടെ വിത്ത് വിതച്ചു, നമുക്ക് സഹിക്കാം. നമ്മൾ തന്നെ കുഞ്ഞിലേക്ക് തിന്മയുടെ വിത്ത് വിതച്ചതിന് ആരുത്തരം പറയും? അനുതപിക്കണം. ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് ബാറൂക്ക് പറയുന്നത്. നമുക്ക് നമ്മുടെ വഴികൾ പരിശോധിക്കുകയും, ബാറൂക്കല്ല, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. വിലാപങ്ങൾ 3-ാം അധ്യായം എടുത്ത് എഴുതി വെച്ചോ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. വായിക്കാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞോ, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. കർത്താവിലേക്ക് ഹൃദയം തിരിക്കാതെ ആഘോഷങ്ങൾ നടത്തുന്നവര് മനസ്സിൽ വെച്ചോ. ഇപ്പോ നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാണ്. കർത്താവിങ്കലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്.
900 കുട്ടികളുള്ള ഒരു ഇടവകയിൽ ഒരു ധ്യാനം നടക്കുമ്പോ 50 കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നു. 850 കുട്ടികൾ എവിടെ? അവര് നാളെ വെറോനിക്കയെ പോലെ, അംബറയെ പോലെ, മിലേനയെ പോലെ കത്തിയെടുത്ത് കുത്തില്ലെന്നാര് കണ്ടു? ഇല്ലേ? അപ്പനെ കുത്തിയതിന്റെ കഥകളും അമ്മയെ കുത്തിയതിന്റെ കഥകളും നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെയായിട്ടൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കണ്ടവരുടെ പിറകെ എത്രയോ പേരാണ് ഇന്ന് അച്ഛനോട് പറഞ്ഞത്, അച്ഛന്റെ മകള് ഒരു തെറ്റായ പ്രണയബന്ധത്തിലാണ്, എന്റെ മകൻ ഒരു തെറ്റായ പ്രണയബന്ധത്തിലാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിലൊരു മകൻ, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അവൻ വിവാഹിതയായിട്ട് 2 കുട്ടികളുള്ള ഒരു സ്ത്രീയുമായി പ്രണയത്തിലാണ്. പള്ളിയിൽ വരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ബാറൂക്ക് 4:27-28, ബാറൂക്കിന്റെ പുസ്തകം 4:27-28 വായിക്കാം. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. അടുത്തത് വായിച്ചേ. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ. ഇരുകരങ്ങളും വെറുതെ വീശിക്കൊണ്ട് പറയാം, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വഴികളിലൂടെ ചരിച്ച് തിന്മകളിലൂടെ വഴികളിലൂടെ ചരിച്ച് ഹൃദയത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന നമ്മോട് കർത്താവ് പറയാൻ, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ തീഷ്ണത. ചില മക്കൾ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങുമ്പോ ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ചില മക്കൾ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങുമ്പോ ചോറ് തിന്നാൻ അടുക്കളയിലേക്ക് പോകും. ചില മക്കള് വീട്ടിൽ പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങുമ്പോ കുളിക്കാൻ പോകും. ചില മക്കള് പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങുമ്പോ ടോയ്ലറ്റിൽ പോകും. 5ാമത്തെ രഹസ്യമാകുമ്പോഴേക്കും ഇറങ്ങി വന്ന് പുറകിലിരിക്കും. റൈറ്റ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പാടാൻ പോകുന്ന പാട്ട്, പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാവോ? ഈശോയെ, ദിവ്യകാരുണ്യ മുഖശോഭയാൽ എന്നെ ശോഭിതമാക്കണമേ. നമ്മൾ ഇന്ന് കുർബാനയുടെ സമയത്ത് തറോസുസയിൽ ഒരു പ്രാർത്ഥന ചൊല്ലി, കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ആരുടെ മഹത്വത്തിലാടാ നിനക്ക് പങ്കുകാരനാകേണ്ടത്? ഈശോയുടെ മഹത്വത്തിലാണ്. മോളെ, ആരുടെ മഹത്വത്തിലാണ് നിനക്ക് പങ്കുകാരിയാകേണ്ടത്? ഈശോയുടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രാർത്ഥന ശ്രദ്ധിച്ചോ? എപ്പോഴും പറയാറില്ലേ അത്? കർത്താവേ, അങ്ങയുടെ മഹത്വത്തില്. എവിടെയാണ് ആ മഹത്വം ഉള്ളത്? ദിവ്യകാരുണ്യ മുഖത്തിൽ ആ മഹത്വം ഉണ്ട്. ദിവ്യകാരുണ്യ മുഖത്തിലെ മുഖശോഭ നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ ഇങ്ങനെ ഈശോ പകർന്നു തരുന്നുണ്ട്. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ.
ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ എന്നെ കാക്കണമേ. ഈശോയെ, എന്റെ ചിന്തകളെ നിന്റെ ചിന്തകളാക്കണമേ. പറഞ്ഞേ, ഈശോയെ, എന്റെ ചിന്തകളെ നിന്റെ ചിന്തകളാക്കണമേ. നമ്മളിപ്പോൾ ആര് ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുന്നത്? ആര് ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുന്നത്? ഈ ലോകം ചിന്തിക്കുന്നത് പോലെ. നേരത്തെ പറഞ്ഞ ഒരു പള്ളിയിലെ കാര്യം അച്ഛൻ ചോദിച്ചു, ഇടവപ്പള്ളിയിൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാശൊക്കെ ചെലവാക്കി തിരുനാള് നടത്തിയെന്ന് ചോദിച്ചപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, നമ്മൾ ചെറിയ ആളുകളല്ലെന്ന് ആൾക്കാരറിയട്ടെ. നമ്മൾ ചില്ലറക്കാരല്ലെന്ന് ആൾക്കാർ അറിയട്ടെ. വേണ്ടേ? ആര് ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്തയാണ്? ലോകം ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്തയാണ്. 2 ആഴ്ച മുമ്പ് പറഞ്ഞാണ്. കാരണം നമ്മൾ വലിയ പഴമക്കാരല്ലേ. 1532 സ്ഥാപിച്ചതാണ് കേരളത്തിലെ. 1532 ഇടവകയായിട്ട് പ്രഖ്യാപിച്ചതാണ് അച്ഛന്റെ ഇടവക. 8 കൊല്ലം കൂടി കഴിയുമ്പോൾ 500 കൊല്ലമാണ്. കേരളത്തിലെ ആദ്യത്തെ രൂപത വരുന്നത് കൊച്ചിയിലാണ്. കൊച്ചി. ആ സമയത്ത്, അതിനു മുമ്പ്, കേരളത്തിലെ ആദ്യത്തെ രൂപത വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇടവകയുണ്ട്. ഞങ്ങൾ ഇടവകയായിട്ട് പ്രഖ്യാപിച്ചത് അതിരൂപതയിൽ നിന്നല്ല, റോമിന്നാണ്. റോമിന്ന് അറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് കേരളത്തിൽ രൂപതയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോ പറയാണ്, നമ്മൾ ഇത്രയും വലിയ ആൾക്കാരാണെന്ന് എല്ലാവരും അറിയട്ടെ അല്ലേ? പുതുക്കാടുകാര് ചെറിയ ആൾക്കാരല്ലെന്ന് എല്ലാവരും അറിയട്ടെ. എങ്ങനെ അറിയണം? ഞങ്ങളുടെ ബാൻഡ് മേളം കണ്ടറിയണം. ഞങ്ങളുടെ ഇവിടെ വെടിക്കെട്ടുണ്ടോ? ഉണ്ടോ? അത് കേട്ട് എല്ലാവരും അറിയട്ടെ. ആ പുക കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾ എങ്ങനത്തവരാണെന്ന്, അല്ലേ? ഏത് കണ്ടിട്ട് മനസ്സിലാക്കണം? പുക കണ്ടിട്ട്. ഇവിടെ നടക്കുന്ന പരിപാടികൾ കണ്ട്, ആഘോഷങ്ങൾ കണ്ട്, നമ്മൾ കുടിക്കുന്ന കുപ്പിയുടെ കണക്ക് കണ്ട് എല്ലാവരും അറിയണം നമ്മള് ചില്ലറക്കാരല്ല. നാണമില്ലല്ലോ. ഉണ്ടോ? മരിച്ച ശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ, അച്ഛനൊരു ആരോപണമല്ല, അച്ഛനൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ, ക്രിസ്മസ് വരികയല്ലേ, ഇല്ലേ? നമ്മള് പരിശ്രമിക്കും, നല്ല കാര്യം. അതിലെത്രമാത്രം നന്മയുണ്ടെന്ന് നമ്മൾ വിശകലനം ചെയ്യണം, ഇല്ലേ? 5000 10,000 പപ്പാഞ്ഞികള് തൃശൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ബോൺ നത്താലെ നടത്തുന്നില്ലേ? കൊള്ളാം, നല്ല കാര്യം. എത്രമാത്രം അതുകൊണ്ട് നീ ക്രിസ്തുവിനെ പോലെ ആയി എന്നുകൂടെ പരിശോധിക്കണം. ഇപ്പൊ നമ്മളത് നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ? ആയോ? ഇനി അച്ഛൻ ഇത് പറഞ്ഞതുകൊണ്ട് ഇനി തൃശൂർ അതിരൂപതയിലേക്ക് അച്ഛനെ വിളിക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാലും സന്തോഷം. അച്ഛനെ ഈശോ പ്രേരിപ്പിച്ചത് അച്ഛൻ പറയും. നിങ്ങൾ കൊന്നാലും പറയും, ഇനി വിളിച്ചില്ലേലും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഇനി രൂപതയിൽ വിലക്കിയാലും അച്ഛന് ഒരു കിട്ടിയ ചാൻസ് അച്ഛൻ പറയും.
ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആഘോഷം നടത്തിയത് കൊണ്ട് എത്രമാത്രം ഞാൻ ക്രിസ്തുവിനെ പോലെയായി. തുങ്കുഴി പിതാവിന്റെ മോട്ടോ അച്ഛൻ നിങ്ങളെ ഇന്നലെ ഓർമ്മിപ്പിച്ചു. അത് ചോദിച്ചപ്പോ നിങ്ങൾ ഒരൊറ്റ എണ്ണം പറഞ്ഞില്ലല്ലോ. അണ്ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഈ ശുശ്രൂഷ തുടരണമെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ മഹത്വം, നമ്മളുടെ വലിപ്പം, നമ്മളുടെ അഭിമാനം, നമ്മുടെ തറവാട് മഹിമ കാണിക്കേണ്ടത് എന്റെ ഹൃദയത്തിൽ, എന്റെ മുഖത്ത് ഈശോയുടെ മുഖശോഭ കാണിച്ചുകൊണ്ടാണെന്നേ. മുഖം മൂടി വെച്ച് പപ്പാഞ്ഞി വെച്ചിട്ടല്ല ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കേണ്ടത്. എന്റെ മുഖത്തും എന്റെ ഹൃദയത്തിലും ക്രിസ്തുവിന്റെ മുഖശോഭയുണ്ടാകണം. എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മുഖശോഭയുണ്ടാകണം. ഇല്ല, ഇത് സാംസ്കാരിക നഗരമാണ്. തൃശ്ശൂർ സാംസ്കാരിക നഗരമാണ്. എന്താണ് നമ്മുടെ സംസ്കാരം? നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സംസ്കാരമാണ്. അവിടുത്തെ മുഖശോഭയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. ശംഖ് പൊട്ടി വിളിച്ച ഈശോയേ. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സംസ്കാരമല്ല. പ്രദക്ഷിണം നടക്കുമ്പോ അതിന്റെ കൂടെ കള്ളു കുടിച്ച് ഡാൻസ് കളിക്കുന്നതല്ല നമ്മുടെ സംസ്കാരമെന്ന്. പിണ്ടിപ്പെരുന്നാളുണ്ട് ഇവിടെ? ഉണ്ടോ? ഉണ്ടോടാ? ഉണ്ട്. ഇരിഞ്ഞാലക്കുടയില് ഈ അമ്പ് തിരുനാളുണ്ടാ? അമ്പ് തിരുനാളിന് പ്രദക്ഷിണം ഉണ്ടോ? പ്രദക്ഷിണം നടക്കുമ്പോ ബാൻഡ് മേളം, ചെണ്ടമേളൊക്കെ ഉണ്ടോ? അതിന്റെ കൂടെ കള്ള് കുടിച്ച് ഡാൻസ് കളിക്കുന്ന പരിപാടി ഉണ്ടോ? തിങ്കളാഴ്ച കുമ്പസാരം കേട്ടാ. മറക്കണ്ട, തിങ്കളാഴ്ച കുമ്പസാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വഴികൾ, പ്രിയപ്പെട്ടവർ, അച്ഛൻ 10 പാട്ട് പാടി നല്ല വചനമൊക്കെ പറഞ്ഞ് 10 പാട്ട് പാടിയിട്ട് പോയാല് പോരാ. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിന്റെ ഹൃദയത്തിലേക്ക് തിരിയുകയും ചെയ്യണം. ഈശോ പറഞ്ഞു, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒറീസയിലായിരുന്നു 7 കൊല്ലം. അച്ഛൻ പട്ടം കിട്ടിയിട്ട് ഉടനെ തന്നെ അച്ഛനെ ഒറീസയിലേക്ക് വിട്ടു. നാട്ടിൽ നിർത്താൻ പറ്റാത്തവരെന്തു ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെ അച്ഛൻ ഒറീസയിൽ പോയി. അവിടെ ഒരു ഇടവക, അച്ഛൻ കുറച്ച് ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു ഇടവക ഏൽപ്പിച്ചു. 700 വീട്ടുകാരുള്ള ഒരു ഇടവക, 5 പഞ്ചായത്തുകളിലായിട്ട് പരന്നു കിടക്കാണ്. നമ്മുടെ ഇടവക 2 or 3 വാർഡുകളിൽ പരന്നു കിടക്കാണ്, അല്ലേ? ഈ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാര് മീറ്റിംഗിൽ ഇരിക്കുമ്പോ ഒരു പാരിഷ് പ്രീസ്റ്റ്. അപ്പോ അത്രയും ഒരു 60 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഇടവകയാണ്. 66 കിലോമീറ്റർ. അച്ഛന് ചില സബ്സ്റ്റേഷനുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റേഷന് 40 കിലോമീറ്റർ, വേറൊരു സബ്സ്റ്റേഷൻ 66 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം സബ്സ്റ്റേഷനിൽ എത്താൻ. അപ്പൊ വീട്ടിൽ നിന്ന് കാലത്ത് ചായയും കുടിച്ചിറങ്ങിയ 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. കുർബാനയൊക്കെ കഴിഞ്ഞ് 2-3 ചെറിയ കുർബാനയാണ്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ദിവസം തീർന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം കഞ്ചാവ് തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു ദിവസം അച്ഛൻ ക്രിസ്തുമസിന് ഒരു സ്ഥലത്ത് കുർബാന എല്ലിക്കൊണ്ടിരുന്നപ്പോ ഒരു ചെടി പള്ളിയുടെ അകത്തേക്ക് കയറി നിൽക്കുന്നു.
അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ ചെടി പള്ളിയുടെ അകത്തേക്ക് കയറിക്കല, ഒടിച്ചു കള. അവര് പറഞ്ഞു, അച്ഛ ദയവ് ഏത് ഒടിച്ചു കളയത്. എന്താണ്? നല്ല വിലയുള്ള ചെടിയാണ്. ഏത് ചെടിയാണ്? കഞ്ചാവ്. അച്ഛൻ ഒരു വാക്ക് കൂട്ടിച്ചേർക്കാതെ പറയാണ്. അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങള്, നക്സലൈറ്റ്സ് ഉള്ള സ്ഥലങ്ങള്. അപ്പൊ അച്ഛൻ പറയുമായിരുന്നു അവരോട്, നിങ്ങൾ ഈ കഞ്ചാവ് കൃഷി നടത്തിയാൽ നിങ്ങളുടെ തലമുറകളും നശിക്കും. അപ്പൊ അച്ഛനോട് അവിടെയുള്ള അച്ഛന്മാര്, നാട്ടിലുള്ള അച്ഛന്മാര്, ഒറീസക്കാരുടെ അച്ഛന്മാര് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ച അച്ഛനെ, ഈ അച്ഛന്റെ അമ്മിച്ചും അപ്പച്ചനൊക്കെ ഇല്ലേ വീട്ടില്? ഉണ്ട്. അവർക്കൊക്കെ അച്ഛനെ കാണണമെന്നില്ലേ? ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അച്ഛൻ പറഞ്ഞു, അവര് കാണാൻ വേണ്ടി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കണ്ടാ മതി. അല്ലേ? അപ്പച്ചനും അമ്മച്ചിക്കും കാണാൻ വേണ്ടിയാണോ നമ്മൾ അച്ഛനായത്? അല്ല, അച്ഛന് ജീവിക്കണമെന്നില്ലേ? ജീവിക്കാൻ വേണ്ടിയാണോ അച്ഛനായത്? ആണോ? ജീവിക്കാൻ വേണ്ടി വേറെന്തെങ്കിലും ആയ പോരെ? അച്ഛനാവേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പോ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, നമുക്ക് നമ്മുടെ വഴികള് പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. അച്ഛൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത്, നമ്മൾ ഈശോയെ പോലെ ആയില്ലെങ്കിൽ നമ്മളുടെ ജീവിതം പാഴാകും. ഈശോയെ പോലെ ആകുന്നതിന് തടസ്സം നിൽക്കുന്ന ഏതാനും ചില കാര്യങ്ങള് അറ്റ് റാൻഡം അച്ഛന്റെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച്, ഈശോ പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് അച്ഛൻ പറഞ്ഞു എന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഈശോയെ പോലെ ആകാത്തത്? നമ്മുടെ ചിന്തകള് ഈശോയെ പോലെ ആകാത്തത്. ചിന്തകളെ പിശാച് പിടിച്ചു വലിക്കാണ്. കണ്ണുകളെ ലോകം തിന്നാണ്. കാതുകളെ മനുഷ്യര് തിന്മയുടെ വാക്കുകൾ തിന്നാണ്. ഹൃദയത്തെ ഈ ലോകത്തോടുള്ള താല്പര്യം തിന്നു തീർക്കാണ്. നമ്മുടെ കൈകളെ, കാലുകളെ ഒക്കെ നമ്മൾ ഈ ലോകത്തിന് പണയം വെച്ചിരിക്കുകയാണ്. ആഹാബ് രാജാവിനെ കുറിച്ച് വചനം പറയുന്നൊരാരോപണം ഇതാണ്: തന്നെ ലോകത്തിന് വിറ്റ ആഹാബിനെ പോലെ വൃത്തികെട്ടവനായി വേറൊരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഹല്ലേലൂയ. ആഹാബ് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? തന്നെ ലോകത്തിന് വിറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, 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 ഈശോയേ. അപ്പോ തന്നെ ഈ തന്റെ ആത്മാവിനെ ഈ ആഹാബ് രാജാവ് ലോകത്തിന് വിറ്റു. അവനെപ്പോലെ വൃത്തികെട്ടവനായിട്ട് വേറൊരുത്തനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ ഈ ലോകത്തിലുള്ള ചില ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നു. എന്താണ് പറയേണ്ടി വരുന്നത്? അവരെ തന്നെ ലോകത്തിന് വിറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൈയും കാലും നീ ആർക്ക് പണയം വെച്ചിരിക്കുകയാണ്? നിന്റെ കണ്ണും കാതും നീ എവിടെ പണയം വെച്ചിരിക്കുകയാണ്? ചില മക്കളെ കുറിച്ച് പറയാറുണ്ട്, അവന്റെ കണ്ണും കാതും അവൻ മൊബൈലിന് പണയം വെച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം ഏതോ ആർക്കോ എവിടെയോ വെച്ചോ കണ്ട ആർക്കോ വേണ്ടി പണയം വെച്ചിരിക്കുകയാണ്. പാപത്തിന് വിറ്റുകളഞ്ഞ, പാപത്തിന് പണയം വെച്ച ഒരു ജന്മമായി നിന്റെ ജന്മം മാറുമോ? മദ്യത്തിന് പണയം വെച്ച ജീവിതം, വിദ്വേഷത്തിനും വെറുപ്പിനും പണയം വെച്ച ജീവിതം. ഒരു ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞു, അച്ഛാ എനിക്ക് വീട്ടിൽ ഒന്നും മിണ്ടാൻ പാടില്ല, എന്ത് മിണ്ടിയാലും ഞാൻ ഒരു വാക്ക് പറഞ്ഞ അവള് 10 എണ്ണം തിരിച്ചു പറയും. അതുപോലെ പാപത്തിന്, കലഹത്തിന് പണയം വെച്ച് ജീവിക്കുന്ന മനുഷ്യനോട് ഇതാ വചനം പറയാണ്, നീ ഈശോയെ പോലെയാവുക. നിന്റെ പണയ വസ്തു നീ തിരികെ എടുക്കുക. നീ പാപത്തിന് പണയം വെച്ച നിന്റെ കൈയും കാലും
നീ തിരികെ എടുത്തിട്ട്, നമ്മൾ പറയാറില്ലേ, ഒരു ബാങ്കിൽ വെച്ചിരിക്കുന്നത് അവിടെ നിന്നെടുത്ത് വേറെ ബാങ്കിൽ കൊണ്ടുപോയി വെക്കുന്നത് പറയാറില്ലേ ഇടക്ക്? അയ്യോ അച്ഛൻ, ഞങ്ങളുടെ അത് അവിടെ ഇരിക്കുകയാണ്, അതൊന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കണമെന്ന്. അങ്ങനെയില്ലേ? കൂടുതൽ കിട്ടുന്നിടത്ത് കൊണ്ടുപോയി വെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ പിശാചിന് പണയം വെച്ചിരിക്കുന്നത് തിരിച്ചെടുത്തിട്ട്, അത് തിരിച്ചെടുക്കാൻ ഇതാ കർത്താവിന്റെ തിരുരക്തം നിനക്ക് വിലയായി നൽകപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് അച്ചാരമായി തന്നിട്ടുണ്ട്. അത് തിരിച്ചെടുത്തിട്ട് നീ നിന്നെ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കേ. നമ്മൾ ചെയ്യുന്നത് അതല്ല, പുതുക്കി വെക്കാണ്. എന്താണ്? പുതുക്കി വെക്കാണ്. കൂടുതൽ കാശിന് പുതുക്കി വെക്കും. സ്വർണത്തിന് 50,000 രൂപ ഉണ്ടായിരുന്നപ്പോ പണയം വെച്ചതാണ്. ഇപ്പൊ ചെന്നിട്ട് ഇപ്പോ കുറച്ചുകൂടെ കൂടുതലിന് പുതുക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഇല്ലേ? അറിയാവോ? നിങ്ങൾക്ക് അറിയാവോ? ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുക. ബാക്കി എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അല്ലേ? അല്ല, കള്ളന്മാര് ചോദിച്ചാ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണൂര് വരണം, ഒരാളുടെയും വീട്ടിൽ സ്വർണം വെക്കൂല. എല്ലാവരും എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കള്ളന്മാർക്ക് കൊണ്ടുപോവാൻ. ഇനിയൊന്ന് കൈവെക്കേ, സ്വർണം പണയം വെച്ചിട്ടുള്ള. അപ്പോ തിരിച്ചു വന്നേ, ഇതുപോലെ നീ തിന്മയ്ക്ക് പണയം വെച്ച് ജീവിച്ചിട്ട് അവന് തന്നെ വീണ്ടും വീണ്ടും നീ നിന്നെ തന്നെ പുതുക്കി വെക്കുകയാണോ? ഈ ധ്യാനം നമ്മെ ക്ഷണിക്കുന്നത് നീ തിരിച്ചെടുക്കുക. നീ വഴിതെറ്റിപ്പോയ ഇടങ്ങളിൽ നിന്ന് തിരികെ വരിക. പ്രവാചകൻ പറയുന്ന പോലെ, നീ ദൈവത്തിൽ നിന്നകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ മടങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ നമ്മുടെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മൾ പറഞ്ഞത്, ഈശോയെ എന്റെ കരങ്ങളെ, പറഞ്ഞേ, നിന്റെ കരങ്ങളാക്കണമേ. ഈശോയെ എന്റെ കാലുകളെ നിന്റെ കാലുകളാക്കണമേ. ഈശോയെ എന്റെ പാദങ്ങളെ നിന്റെ പാദങ്ങളാക്കണമേ. തരം പോരാ. ഈശോയെ എന്റെ കണ്ണുകളെ, പോരാ പോരാ. ഈശോ എന്റെ കണ്ണുകളെ നിന്റെ കണ്ണുകളാക്കണമേ. ഈശോയെ എന്റെ കാതുകളെ നിന്റെ കാതുകളാക്കണമേ. പോരാ. ഈശോ എന്റെ വാക്കുകളെ നിന്റെ വചനങ്ങളാക്കണമേ. ഈശോയെ എന്റെ ചിന്തകളെ നിന്റെ ചിന്തകളാക്കണമേ. ഈശോ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃത്തടമാക്കണമേ. ഈശോയെ എന്റെ സാന്നിധ്യത്തെ നിന്റെ സാന്നിധ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ കർത്താവിന്റെ മാലാഖ കഴിഞ്ഞപ്പോ ഇരുന്നത് കൊണ്ടാണ് അച്ഛൻ ഇത്രയും നേരം പറഞ്ഞത്. അല്ലെങ്കിൽ അപ്പൊ തന്നെ പാട്ട് പാടിയാൽ. എഴുന്നേറ്റ് എഴുന്നേക്ക്, അല്ലെങ്കിൽ ഇനിയും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ അറിയാവോ? ഒന്ന് കുലുങ്ങി കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കൊടവയറുള്ളവര് ശരിക്കും കുലുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ഇരിക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ധ്യാനം തുടങ്ങാൻ പോവാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നത്തെ ധ്യാനം നമ്മൾ തുടങ്ങാൻ പോവാണ്. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയതാണ് ഇപ്പൊ കഴിഞ്ഞത് കേട്ടോ. 12 മണിയാകുമ്പോഴേക്കും ഒന്ന് തീരും. പ്രിയപ്പെട്ടവർ, ഇത് 1 കൊല്ലം മുമ്പ് ബുക്ക് ചെയ്ത ധ്യാനമാണ്. അപ്പോ നമ്മൾ അത് മുഴുവൻ ഉപയോഗിക്കണ്ടേ?
കഴിഞ്ഞ വർഷം അച്ഛൻ ഓർക്കുന്നത് കൃത്യം ഏകദേശം ഈ ദിവസങ്ങളിലാണ് അച്ഛൻ കൊച്ചിയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നവംബർ അവസാനം. അപ്പോഴാണ് സന്തോഷ് ബ്രദർ വിളിച്ചത്. അപ്പൊ ഒരു വർഷമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 5 ദിവസം കൊണ്ട് ഈ ഒരു വർഷത്തെ ഒരുക്കത്തിന്റെ മുഴുവനും നമുക്ക് എന്ത് ചെയ്യണം? ഈ മീൻ പിടിക്കാൻ പോകുന്നവര് അറിയാവോ? ചെമ്മീൻ കിട്ടുന്ന സമയം അച്ഛന് വീട്ടിൽ ചീനവലയുണ്ട്. ചിലപ്പോ ഈ വലയിടുമ്പോൾ രാത്രി ഈ ലൈറ്റൊക്കെ ഇട്ട് വല വലിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ 10ാം ക്ലാസ്സിൽ പാസ്സാവുന്നവരെ അപ്പച്ചൻ്റെ കൂടെ ഈ ചീനവല വലിക്കുമായിരുന്നു. വല വലിക്കുമ്പോൾ ചില നേരത്ത് ഒന്നും കിട്ടില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വലിക്കും, ഒന്നുമില്ല. എന്നാലും രാത്രി ഉറക്കില്ല. 10 മണി മുതൽ വെളുപ്പിന് 3 മണി വരെ 4 മണി വരെ ഒക്കെ ഈ തക്കം നോക്കിയിട്ട് വലയിടുന്നു എന്ന് പറയും. ഈ ഇറക്കവും ഏറ്റവും ഒക്കെ നോക്കിയിട്ട് വലയിടുമ്പോൾ രാത്രി 3 മണിക്കൊക്കെ ആയിരിക്കും കിടക്കാൻ പോകുന്നത്. 5 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ഈ കിട്ടിയ ചെമ്മീൻ കുറച്ചാണെങ്കിലും അതെന്ത് ചെയ്യണം? അത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കണം. അപ്പോ ഇനി ചില സമയത്ത് അങ്ങനെയല്ല. ചില സമയത്ത് ഓരോ വലിക്കുമ്പോഴും ഈ ചീനവലയിൽ നിന്ന് മീൻ കോരുന്ന ഒരു സാധനമുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബോൾസ് എന്നാണ് അതിനെ പറയുന്നത്. എങ്ങനെയാണ് പേര് വന്നതെന്നും അച്ഛൻ അറിഞ്ഞൂടാ. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും കോരുമ്പോ ഒരു 2-3 കിലോ ചെമ്മീനൊക്കെ ഉണ്ടാവും രാത്രി. അപ്പൊ അങ്ങനെ ചെമ്മീൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കൂല. ഇത് കോരിയെടുത്തുകൊണ്ട് വരുന്നു, പൊക്കി വിടുന്നു, പൊക്കി വിട്ടിട്ട് വല താഴത്തെത്തുമ്പോഴേക്കും വീണ്ടും വലിക്കുന്നു, വീണ്ടും 2 കിലോ ചെമ്മീൻ കോരിയെടുക്കുന്നു, കൊട്ട തുറക്കുന്നു, പൊക്കിയിടുന്നു. അന്നേരത്ത് നമ്മൾ ചായ കുടിക്കാൻ പോവോ? ബിരിയാണി ഉണ്ട്, കഴിച്ചിട്ട് വരാന്ന് പറയോ? കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറയോ? ശ്വാസമെടുക്കാതെ വല വലിക്കുന്നു, കോരിയെടുക്കുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും 2-3 കൊട്ട 19 കിലോ ചെമ്മീൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ ഈ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ചായ കുടിക്കാൻ പോയാൽ എന്ത് പറ്റും? 1 സെക്കൻഡ് പോയാൽ എന്ത് പറ്റും? ഉദാഹരണം മനസ്സിലായില്ലേ? തിരിച്ചിങ്ങോട്ട് വന്നേ. ഇപ്പൊ എന്ത് കിട്ടുന്ന സമയമാണ്? അതാണ് അച്ഛൻ ശ്വാസം എടുക്കാനായിട്ട് നിർത്താതെ കോരിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങക്ക് നേരത്തെ വീട്ടിൽ പോണോ? വേണ്ട, അങ്ങനെ പറയണം. കൈയടിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിന്റെ ടോപ്പിക് എന്താണ്? ധ്യാനത്തിന്റെ പേരെന്താണെന്ന് സ്വരത്തി പറഞ്ഞേ. ദൈവാനുരൂപണ ധ്യാനം. ഹല്ലേലൂയ. ദൈവാനുരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ പോലെ ആകുക എന്നതാണ്. അതായത് നമ്മൾ ആരെ പോലെ ആകണം? ഈശോയെ പോലെ ആകണം. ഒരു വചനം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ തിരുവചനം വായിച്ചേ. നിങ്ങളുടെ ബൈബിളിൽ ലൂക്ക 6:40 ഇല്ലേ? ഉണ്ട്. എന്നാ വായിക്കേ. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. ആരാ ഇത് പറയുന്നത്? ഈശോ പറയാണ്, എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൾ ഗുരുവിനെ പോലെയാകും. അപ്പൊ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞ്
എങ്ങനെയാണ് ഈശോയെ പോലെ കാണേണ്ടത്, എങ്ങനെയാണ് ഈശോയെ പോലെ കേൾക്കേണ്ടത്, എങ്ങനെയാണ് ഈശോയെ പോലെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഈശോയെ പോലെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഈശോയെ പോലെ മരിക്കേണ്ടത്, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരെ പോലെയാകും? അപ്പോൾ നമ്മൾ ഈശോയെ പോലെ ആകണമെന്നത് ആരുടെ ആഗ്രഹമാണ്? ഈശോയുടെ ആഗ്രഹമാണ്. അപ്പൊ പഠനത്തിന്റെ പൂർണ്ണതയാണ് എന്ത്? ദൈവാനുരൂപണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്നത്? നമ്മൾ പഠനത്തിന്റെ പൂർണ്ണതയിൽ ഈശോയെ പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇനി ഞാൻ ഈ പഠനത്തിന്റെ പൂർണ്ണതയായി. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ധ്യാനത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. പറയാറില്ലേ? നീയൊക്കെ ഇങ്ങനെ ധ്യാനം കൂടി നടന്നോ, എന്നിട്ട് എന്ത് കിട്ടി ചോദിക്കാറില്ലേ? ഇവിടെ ധ്യാനം ഉണ്ടെങ്കിലും പോകുന്നുണ്ടല്ലോ, എന്നിട്ട് വല്ലതും ആയോ? നിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പഠനത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ പോലെ ആയിത്തീരുന്നതാണ്. കൈയടിച്ച് നന്ദി പറയാം. അച്ഛനൊന്ന് ചോദിക്കട്ടെ, അച്ഛൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നമുക്ക് ദൈവത്തെ പോലെ ആയിത്തീരാൻ പറ്റുമോ? പറ്റുമോ? നമുക്ക് ദൈവത്തെ പോലെ ആയി തീരാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് മത്തായി 5:48. എഴുതി വെക്കാം, ബൈബിൾ എടുക്കാം, വായിക്കാം. മത്തായി 5:48 വായിച്ചേ. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പൊ ആരാ നമ്മളോട് പറയുന്നത് ഈ പിതാവിനെ പോലെ ആകണമെന്ന്? ഈശോയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ ചില ഗുണങ്ങളുണ്ട്, ശക്തിവിശേഷങ്ങളുണ്ട്. ഇതില് ചില കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റില്ല. ശ്രദ്ധിച്ചേ, നമ്മൾ ദൈവത്തെ പോലെ ആകണമെന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലാണ് ദൈവത്തെ പോലെ ആകുന്നതെന്നും ഏത് കാര്യത്തിലാണ് ദൈവത്തെ പോലെ ആകാൻ പറ്റാത്തതെന്നും അച്ഛൻ പറയാം. ഒരു ഉദാഹരണത്തിന്, ദൈവത്തെ നമ്മൾ വിളിക്കുന്നു ദൈവം സർവജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവം എന്താണ്? സർവജ്ഞാനിയാണ്. നമുക്ക് എല്ലാം അറിയുന്നവരായി തീരാൻ പറ്റുമോ? ഇല്ല. നമ്മളെല്ലാം അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? നമ്മൾ പറയാറില്ലേ, നീ അതറിയണ്ട. ഭാര്യ ചില കാര്യങ്ങൾ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ, ചേട്ടാ അതെന്താണ്, ഇതെന്താണ്, നീ അതറിയണ്ട എന്ന് പറയാൻ ഭർത്താക്കന്മാർക്ക് അവകാശമില്ല. സന്തോഷമായില്ലേ? കയ്യടിക്ക്. ഇനി ചേട്ടന്മാര് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ചേട്ടൻ അതറിയണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തില്ല? കയ്യടിക്ക്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണ്ട. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണ്ട. ദൈവം സർവജ്ഞാനിയാണ്, നമ്മൾ ജ്ഞാനിയല്ല. ഇനി ദൈവം സർവവ്യാപിയാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. നമ്മൾ എല്ലായിടത്തും ഉണ്ടോ? ഓരോടത്തുണ്ടായിട്ട് തന്നെ ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ പറ്റണില്ല.
പിന്നെ എല്ലായിടത്തും ഉണ്ടായാലുള്ള കാര്യം അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? നമ്മൾ പറയാറ് നീ എല്ലായിടത്തും കൊണ്ടുപോയി തലയിടല്ലേ, പറയാറുണ്ടോ? ആവശ്യമുള്ളതോട് തിരുന്നാ മതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം സർവവ്യാപിയാണ്, നമ്മൾ സർവവ്യാപിയല്ല. ദൈവം നിത്യതയാണ്, ദൈവത്തിന് എന്തില്ല? മരണമില്ല, അനന്തമാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ദൈവത്തിന് മാറ്റം വരുന്നില്ല. ഈസ് അൺചേഞ്ചബിൾ. പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? മാറ്റം സംഭവിക്കുന്നു, മരണം സംഭവിക്കുന്നു, ഉയർപ്പ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുന്നു, മരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ദൈവത്തിന് ഇതൊന്നും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പ്രായമാകുന്നില്ല, നമ്മൾ മരിക്കുന്നില്ല എങ്കിലത്തെ അവസ്ഥ. ബാക്കിയുള്ളവർക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരല്പം ആശ്വാസം കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ തള്ള എന്നെങ്കിലും ഒന്ന് മരിക്കുമല്ലോ ഒന്ന് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഈ തന്തപ്പടി എന്നെങ്കിലും ഒന്ന് ചാവുമല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സന്തോഷം. ഇനി മരിക്കൂല എന്ന് ആലോചിക്കുമ്പോ, അല്ലേ? നമ്മൾ മരിക്കാതിരിക്കുന്നത് നന്മയാണോ തിന്മയാണോ? തിന്മയാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകാതിരിക്കുന്നത് എന്താണ്? തിന്മയാണ്. നമ്മൾ പ്രായമാകണം, നമ്മൾ മരിക്കണം, അടുത്ത തലമുറ ജനിക്കണം, നമ്മൾ ഇവിടെ നിന്ന് പോകണം. അപ്പൊ ദൈവത്തിന് പക്ഷെ മാറ്റം വരുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആവുക എന്ന് പറയുമ്പോൾ സർവജ്ഞാനിയാകുന്നതല്ല, സർവവ്യാപിയാകുന്നതല്ല. മറ്റൊരു കാര്യം, ദൈവം സർവശക്തനാണ്, എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. ആര്? ദൈവം. നമ്മൾ ആരാണ്? സർവശക്തരാണോ? അല്ല. അപ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് കിട്ടുക എന്നല്ല അർത്ഥം. അപ്പോ എന്താണ് അല്ലാത്തതെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി എന്താണ് ആകുന്നത്? അപ്പൊ നമ്മൾ ചോദിക്കാണ്, ദൈവത്തെ പോലെ ആയി തീരുന്നത് ഏത് കാര്യത്തിലാണ്? ദൈവം സ്നേഹമാണ്. നമ്മളും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ദൈവം അതിരുകളില്ലാതെ സ്നേഹിക്കുന്നവനാണ്. നമുക്കും അതിരുകളില്ലാതെ സ്നേഹിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ദൈവം ക്ഷമിക്കുന്നവനാണ്. നമുക്കും എന്തിന് കപ്പാസിറ്റി ഉണ്ട്? ക്ഷമിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ദൈവം കരുണ കാണിക്കുന്നവനാണ്. നമുക്ക് എന്തിനും സാധ്യതയുണ്ട്? കരുണ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം അപ്പമായി പൊടിഞ്ഞ് ഇല്ലാതെയായി തന്നെ സഹിച്ച് നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. നമുക്കും മറ്റുള്ളവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ, മറ്റുള്ളവരുടെ ഭാരങ്ങളിൽ അവരെ സഹായിക്കാൻ നമുക്കും കഴിവുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നന്മയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ കരുതലിൽ നമ്മളും ആരെ പോലെയാകും? നമ്മളും ഈശോയെ പോലെയാകും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ പോലെ ആകുക എന്ന് പറയുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത, ശ്രദ്ധിക്കണം, അച്ഛനൊരു തിയോളജി പറയാണ് ലളിതമായിട്ട്. മനുഷ്യാവതാരം ചെയ്യാത്ത ദൈവത്തെ പോലെയല്ല. മനുഷ്യാവതാരം ചെയ്യാത്ത ദൈവം ആരാണ്? സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ആ ഒരു ലെവലാണ്. മനുഷ്യാവതാരം ചെയ്ത ഈശോ അവിടുന്ന് സർവശക്തനല്ല. നോക്കിയേ, അവൻ എളിമപ്പെട്ടവനാണ്. അവൻ മഹത്വം കൊണ്ട് സർവവ്യാപിയല്ല. ഈശോ ദൈവപുത്രനായിരുന്നു. പക്ഷേ അവനൊരു പ്രത്യേക സ്ഥലത്ത് ജനിച്ചു, പ്രത്യേക സ്ഥലത്ത് വളർന്നു, പ്രത്യേക സമയത്ത് ഒതുങ്ങിക്കൂടി ജീവിച്ചു. ഈശോ ഗലീലയിൽ താമസിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇല്ല. അതാണ് അവിടെ നിന്ന് ശ്രദ്ധിക്കണം, ശരിക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ തെറ്റുപഠിക്കരുത്.
ഈശോ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവൻ ലിമിറ്റഡ് ആയിരുന്നു. അവന്റെ സാന്നിധ്യം ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങി. നമ്മളും ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവന്റെ സ്നേഹം അവന്റെ ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും വ്യാപിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പോലെ ആവുക എന്നാണ് അർത്ഥം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ദൈവത്തെ പോലെ ആകണമെന്ന് ആരാണ് തീരുമാനിച്ചത്? ദൈവമാണത് തീരുമാനിച്ചത്. ഉൽപ്പത്തി എടുക്ക്, ബൈബിൾ എടുക്ക്. നമ്മൾ ദൈവത്തെ പോലെ ആകണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനം വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അത്രയും മതി. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കേണ്ടത്? ദൈവത്തെ പോലെ. അപ്പൊ നമുക്ക് ആരുടെ മുഖമാണ് ഉണ്ടാകേണ്ടത്? ദൈവത്തിന്റെ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ മുഖമാണ് നമുക്കുണ്ടാകേണ്ടത്. എങ്ങനെ ഈശോയുടെ മുഖം നമ്മുടെ മുഖത്ത്, നമ്മുടെ ആത്മാവില് പതിപ്പിച്ചെടുക്കാം? നാളത്തെ ക്ലാസ് അതാണ്. ഇനി ഒരു വചനം കൂടി വായിച്ച അച്ഛൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-ും 29-ഉം തിരുവചനങ്ങൾ. അവനെ എല്ലാവരും എടുത്തോ. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം എഴുതി വെക്ക്, മറിച്ചിട്ട് കിട്ടിയിട്ടില്ലാത്തവര് എഴുതി വെക്ക്. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1:28-29 വായിച്ചോ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. വലതുകരം ഒരു വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസ് വചനം പ്രഘോഷിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ലോഗോസ് ക്വിസിലെ ചോദ്യം. എല്ലാവരും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങളുടെ ഞായറാഴ്ച കുർബാനയില് വികാരി അച്ഛനോ കൊച്ചച്ഛനോ വചനം പ്രഘോഷിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയാണോ? ചില ആൾക്കാർ പറയാണ്, അച്ഛൻ്റെ ധ്യാനത്തിൽ തമാശയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ അച്ഛൻ കണ്ണൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്നത് ഇല്ലേ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആണോ? അല്ല. 5 ദിവസം ഇവിടെ താമസിക്കുന്നത് നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയാണോ? അതിന് നിങ്ങൾ കോമഡി ഷോ വെച്ചാൽ മതി. നമ്മുടെ ധ്യാനത്തിൽ ചിരിയും തമാശയൊന്നുമില്ല. എന്താണുള്ളത്? ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുകയാണ്. പൗലോസ് വചനം, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ഞാൻ ചങ്ക് പൊട്ടുന്നത് നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണെന്ന് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ തിരുസഭയിൽ ഒരു ശുശ്രൂഷയുള്ളത് എന്തിനു വേണ്ടിയാണ്?
വിശ്വാസികളിൽ ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ നാളെ ഈ പറഞ്ഞ വാക്കിൽ നിന്ന് തുടരും. എന്താണ് പറഞ്ഞത്? നമ്മളിൽ ക്രിസ്തു വളരാൻ വേണ്ടിയാണ് തിരുസഭയിൽ ഒരു ശുശ്രൂഷയുള്ളത്. അച്ഛൻ മറന്നാലും നിങ്ങൾ മറക്കരുത്. അവിടെ നിന്ന് വേണം നാളെ നമുക്ക് തുടരാൻ. ഹല്ലേലൂയ. ചില ആളുകൾ തുടരുന്ന നേരത്ത്, പടം തുടരുന്ന നേരത്ത് ഇവിടെ ഉണ്ടാവാറില്ല. നാളെ ഞായറാഴ്ചയാണ്, നേരത്തെ എത്തിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് തന്നെ ഒന്നുകൂടെ പറയാണ്. വലതുകരം എഴുതി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു, സർവവിജ്ഞാനവും പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ.